അന്ന് റോമൻസിൽ നിന്നൊക്കെ സാറിങ്ങനെ ഡീപ്പായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അത് ഒത്തിരി എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും. I've been inspired especially from Romans, which he used to teach very deeply. അങ്ങനെ എന്തുകൊണ്ട് സന്തോഷം. ഓൺലൈനായിട്ട് ഇന്ന് ലോകരാജ്യങ്ങളിൽ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നു. We welcome you in the name of Jesus, those who are watching us online. ഓൺലൈൻകാർക്ക് ഒരുപാട് മീറ്റിംഗ്സ് ഇപ്പോൾ ഈ യുകെയിലെ മീറ്റിംഗ്സ് എല്ലാം gracecommunityglobal.com എന്ന വെബ്സൈറ്റിലൂടെ Online viewers are getting a lot of meetings from UK this week കാണുവാനായിട്ട്. and next week. ഇന്നലെ ബ്രിസ്ബൈനിൽ നിന്ന്, ഓസ്ട്രേലിയ ബ്രിസ്ബൈനിൽ നിന്ന് ഒരു ടെസ്റ്റിമണി ഫസ്റ്റ് ഡേയിലെ മീറ്റിംഗിന് ശേഷം നടന്നത് എനിക്ക് ലഭിക്കാനിടയായി. അവിടെ ഭയങ്കര ദൈവിക പ്രസൻസ് ഫസ്റ്റ് ഡേയിലെ മീറ്റിങ്ങിൻ്റെ ആ ഫസ്റ്റ് സെഷനിൽ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ വ്യാപരിപ്പാനിടയായി. അവിടെ നടന്ന സൗഖ്യങ്ങളുടെ ടെസ്റ്റിമണീസ് ഇന്ന് രാവിലെ മെയിൽ വരുവാനിടയായി. കർത്താവ് വലിയ കാര്യങ്ങൾ എല്ലായിടങ്ങളിലും ചെയ്യുന്നു. അതിനായിട്ട് സ്തോത്രം. Praise the Lord. റോമലേഖനത്തിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ പോവുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, 10 verse 10. Romans 10:10. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. With your heart man believes unto righteousness, and with the mouth confesses unto salvation. With the heart man believeth unto righteousness. With the heart man believes unto righteousness. നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും You believe in your heart. രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നോട് ചേർന്ന രണ്ട് പദം ഒന്ന് പറയാം. നീതിക്ക് വേണ്ടി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. You believe in your heart for righteousness and profess with your mouth for salvation. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ദൈവ പൈതലാകുന്നതിൻ്റെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വാക്യം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വാക്യമാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9, 8, 9, 10, 11 വാക്യങ്ങൾ. So Romans 10, 8, 9, 10, 11 those are the important ones which leads a person to salvation. ഇത് കൺഫസ് ചെയ്യാതെ വീണ്ടും ജനിച്ചവരാരും തന്നെ ഉണ്ടാകുകയില്ല. If you don't confess it, then you're not born again. പക്ഷേ ഈ വാക്യത്തിൽ വളരെ അമൂല്യമായ ചില അർത്ഥങ്ങളുണ്ട്. നമ്മൾ അതിനെ ഒന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. We are thinking of it in depth. ഈ രണ്ടാമത്തേതാണ് വായ് കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റു പറയുന്നത്. എന്നാൽ ആദ്യത്തേതാണ് ഞാനിപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ റോമൻസ് 10:10 ഫസ്റ്റ് പാർട്ടേ നമ്മളിപ്പോൾ കേൾക്കുകയുള്ളൂ. സെക്കൻഡ് പാർട്ട് ലേറ്റർ നമുക്കത് കേൾക്കാൻ പറ്റും. So we are going into the first part of Romans 10:10. ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുക. നീതിക്കായി, നീതിക്ക് വേണ്ടി. You have to believe in your heart for righteousness. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നീതിക്ക് വേണ്ടിയാണ്, നീതിക്കായി ആണ്. ആ പദങ്ങൾ മലയാളത്തിൽ കുറച്ചുകൂടെ വ്യക്തതയുണ്ടെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിലും ഉണ്ട് അതുപോലെ തന്നെ. You have to believe in your heart for unto righteousness. For righteousness or unto righteousness. For getting the righteousness. നീതി കിട്ടാൻ വേണ്ടി. അതാണ് അവിടുത്തെ ആശയം. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ. നീതി ലഭിക്കാൻ വേണ്ടി. You have to believe in your heart to get the righteousness. നീതിക്ക് വേണ്ടി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. രണ്ടാമത്തേത് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയുക. And then you have to say it with your mouth for salvation. ഈ നീതിക്ക് വേണ്ടി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതിന്റെ ഈ ടോപ്പിക്ക് മനസ്സിലാണെങ്കിൽ ഇതേ ചാപ്റ്ററിൽ തന്നെ കുറച്ചുകൂടെ മേളിലോട്ടൊന്ന് പോയാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും അത്. ഓക്കെ, verse 3, 10 verse 3. So Romans 10:3. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതിയെ സ്ഥാപിപ്പിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. They were ignorant of God's righteousness, and seeking to establish their own, they did not subject themselves to the righteousness of God. 10:3 രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് ദൈവത്തിന്റെ നീതി, രണ്ട് സ്വയനീതി. സ്വന്തം നീതി, ദൈവത്തിന്റെ നീതി. So there are two things which are spoken. One's God's righteousness and self-righteousness. അപ്പൊ ഇവിടെ വ്യക്തത ആ വാക്യത്തിന് തന്നെ ഉണ്ട്. അപ്പം നീതിക്ക് വേണ്ടി വിശ്വസിക്കുക എന്നത് ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. So you have to believe in your heart for God's righteousness. മനുഷ്യന്റെ പ്രശ്നം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതിയെ സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. പക്ഷെ വചനം എന്താ പറയുന്നത്? 4-ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. അപ്പൊ യേശു ക്രിസ്തുവിൽ ഒരു റൈച്ചസ്നെസ് ഫുൾഫിൽഡ് ആയിട്ടുണ്ട്. നിയമം പറഞ്ഞ നീതി യേശുവിൽ നിവൃത്തിയായിട്ടുണ്ട്. ആ നീതിയിൽ വിശ്വസിക്കുന്നവരെ നീതിമാനാക്കാൻ, നീതീകരിക്കാൻ ദൈവം തയ്യാറാണ്. പക്ഷെ ഇവിടെ മാൻകൈൻഡിന്റെ പ്രശ്നം ഈ നീതിക്ക് ഇഷ്ടപ്പെടുവാൻ, കീഴ്പ്പെടുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ നീതിക്കകത്ത് നീതിയുടെ പ്രവൃത്തിയുണ്ട്,
പക്ഷേ ഇത് പ്രവൃത്തിയാലുള്ള നീതിയല്ല. So verse 4 says, Christ is the end of the law unto righteousness to everyone that believes. So Christ has already fulfilled the law, so we have to believe in his righteousness, not trying to establish your own righteousness. ഓക്കെ, ഞാൻ അവസാനത്തെ പറഞ്ഞ പോയിന്റോട് പറയണമായിരുന്നു. നീതിക്ക് വേണ്ടി, നീതിമാനാകാൻ വേണ്ടി വിശ്വസിക്കുന്നു എന്ന ആശയത്തിലുപരി വിശ്വസിച്ചു നീതിമാനാകും എന്ന രണ്ട് ഡയമെൻഷനുകളെ നമ്മൾ ആഴത്തിലൊന്ന് എടുക്കാൻ പോവാ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ. അപ്പോൾ ഈ സ്വന്തം നീതി സെൽഫ് റൈച്ചസ്നെസ് അഥവാ എൻ്റെ സ്വയനീതി എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഐ ഡു. The self-righteousness depends on what I do. അപ്പൊ അതിൽ നിന്ന് God's righteousness. So you have to move from that to God's righteousness. God's righteousness il what I do alla what he did. So in God's righteousness it is not what I did or what I do but what he has done. യേശു എന്ത് ചെയ്തോ അതാണ് ദൈവനീതിയുടെ കാരണം. In God's righteousness it is what he did. Verse 4 ലുണ്ട് അത് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പേ. അപ്പൊ രണ്ട് കാര്യം ഒരേ ആശയത്തിൽ നിങ്ങളൊന്ന് ഗ്രഹിച്ചാട്ടെ. ഇവിടെ ഇതാ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും തരാൻ വേണ്ടി ദൈവം തയ്യാറായിട്ട് നിൽക്കുന്നു. So God is ready to give his righteousness to everyone who believes. പക്ഷെ മനുഷ്യന്റെ പ്രശ്നം ദൈവത്തിന്റെ നീതിയെ ആശ്രയിച്ച് നീതിമാനാകണോ? The problem with man is, does he want to believe in God's righteousness? അതിന് മനുഷ്യന്റെ സ്വയനീതി സെൽഫ് റൈച്ചസ്നെസ് അവനെ സമ്മതിക്കുന്നില്ല. But his self righteousness doesn't allow him to believe in God's righteousness and get his righteousness. സ്വന്തം നീതിയെ ദൈവത്തിന്റെ നീതിയെ അറിയാതെ verse 10 verse 3 please ആ വാക്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. Verse 10 Romans 10 verse 3. Being ignorant of God's righteousness. So they were ignorant of God's righteousness and seeking to establish their own righteousness. So they were trying to establish their own righteousness. Righteousness of God is here, but they are trying to establish their own righteousness, that is work righteousness or self righteousness. So there's God's righteousness on one side and self righteousness on the other side. So being ignorant of God's righteousness, they're trying to believe in their own works for righteousness. റോമൻസ് മുഴുവൻ ഈ വിഷയത്തോടുള്ള ദൈവത്തിന്റെ പരിഭവമാണ്. ഏത് വിഷയത്തോടുള്ള? ഞാൻ എൻ്റെ സൗജന്യ നീതി ഇവിടെ വെച്ചിട്ടും ആരും ഇത് വിശ്വസിച്ച് കൈക്കലാക്കുന്നില്ലല്ലോ എന്ന ദൈവത്തിന്റെ എന്താ പറയണ്ടേ, ദൈവത്തിന്റെ നൊമ്പരമാണ് റോമാലേഖനം മുഴുവൻ. So in Romans, what God is feeling sad that he's given us his free righteousness freely, but man is not accepting it and they're trying to do it by their own. ഞാൻ റോമാലേഖനം വേണമെങ്കിൽ ഈ ആശയത്തിൽ 1-ാം അധ്യായം മുതലൊന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവിടെ മുതലൊന്ന് വേഗത്തിലൊന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരാം. റോമൻസ് 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. Romans 1 verse 70. സുവിശേഷത്തെ 60 മുതൽ വായിക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ആ സുവിശേഷത്തിൽ 17-ാമത്തെ വാക്യം, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. Romans 1:16 and 17. For I'm not ashamed of the gospel. It's the power of God unto salvation to everyone who believes, to the Jew first and also to the Greek. For therein is revealed a righteousness of God from faith unto faith, as it is written, but the righteous shall live by faith. സുവിശേഷത്തെ കുറിച്ച് യഹൂദനാകുന്ന പൗലോസിന് ലജ്ജയില്ലെന്ന് പറയുന്നു. Paul says he is not ashamed of the gospel. ക്രൂശിൽ തൂങ്ങിയ യേശുവിനെ ചൊല്ലി എല്ലാവരും ലജ്ജിക്കുമ്പോൾ, people are sometimes ashamed of someone who's hung on the cross. അദ്ദേഹം പറയുന്നത് എനിക്ക് ലജ്ജയില്ല. So he says I'm not ashamed of the gospel. എന്തുകൊണ്ട് ലജ്ജയില്ല? Why? ഈ സുവിശേഷത്തിൽ അതിൽ ദൈവത്തിന്റെ നീതി 16-ന്റെ 1-16 ഒപ്പം വായിക്കുന്നത്. I am not ashamed of the gospel. Why you are not ashamed of the gospel even though you are a Jew? Why am I not ashamed of the gospel? Because it's the power of God unto salvation. നീ ഒരു യഹൂദനായിട്ടും എന്തുകൊണ്ട് സുവിശേഷത്തിൽ ലജ്ജിക്കുന്നില്ല? You are a Jew. That was for Paul. So why are you not ashamed of the gospel? അപ്പോൾ അദ്ദേഹം പറയാണ് ഇതിനകത്ത് രക്ഷയ്ക്കായി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. So there is a power which works unto salvation to everyone who believes. ആ ദൈവശക്തിയുടെ എക്സ്പ്ലനേഷൻ ആണ് 17-ാം വാക്യത്തില്. അതിൽ ഏതിൽ? സുവിശേഷത്തിൽ.
ഒന്ന് പറഞ്ഞേ, സുവിശേഷത്തിൽ in the gospel ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെട്ടിരിക്കുന്നു, അതിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. So in the gospel there's a righteousness of God from faith unto faith, as it is written, the righteous shall live by faith. എന്റെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല ഞാൻ നീതിമാനാകുന്നത് എന്ന സുവിശേഷത്തിന്റെ അന്തസ്സത്തെ അറിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് തനിക്ക് ലജ്ജയില്ല എന്ന് താൻ പറഞ്ഞത്. He said he's not ashamed of the gospel because it was not his righteousness which made him righteous, but it was God's righteousness which made him righteous. പക്ഷെ 18-ാം വാക്യം നോക്കി, ഇവിടെ അതേ പ്രശ്നമാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നു. ദൈവം നീതി കൊടുക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യന്റെ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുകയാണ്. എന്താണ് സത്യം? വിശ്വസിക്കുന്നവനെ നീതിമാനാക്കാം, അല്ലെങ്കിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വചനത്തിന്റെ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുന്ന, അനീതി സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിവാകുന്നത് അവർക്ക് വെളിവാക്കിയിരുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയത് തന്റെ നിത്യശക്തിയാലും ദിവ്യത്വമായും അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ദൈവത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞിട്ടും, even though they knew this was from God, the righteousness was from God to everyone who believes. ഇവിടെ ഞാൻ കുറെ നാളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, ഈ താഴെ പറയുന്ന അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി കളഞ്ഞു. ഈ ഭാഗങ്ങളെല്ലാം ലോകത്തിന്റെ പാപങ്ങളാണ്. താഴോട്ട് ഇങ്ങനെ വരുമ്പം ഇനി സ്വവർഗാനുരാഗവും സ്ത്രീ സ്ത്രീയോടും പെണ്ണ് ആണോടും അവലക്ഷണം പ്രവർത്തിച്ചതും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ റീസൺ വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്, ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാതെ സ്വയനീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സ്വയനീതിയുടെ പരാജയം അവനെ കാണിക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തത്. So when man did not believe in God's righteousness and he wanted to live in his own righteousness, so then God left him to fail in his own righteousness. നിന്റെ സ്വയനീതിയുടെ പരാജയം ഞാൻ അറിയാൻ വേണ്ടിയാണ്. It was to understand the failure of your own righteousness. അനീതിയോട് സത്യത്തെ തടുക്കുക. എന്താ സത്യം? വിശ്വസിക്കുന്നവൻ നീതിമാനാകും The truth is എന്ന സത്യത്തെ അനീതി കൊണ്ട് തടുക്കുകയാണ്. എന്താണ് അവിടുത്തെ അനീതി? വിശ്വസിച്ചാൽ മാത്രം പോരാ നീതിമാനാകാൻ എന്ന സത്യം കൊണ്ട്, എന്ന അസത്യം കൊണ്ട് വിശ്വസിച്ചാൽ നീതിമാനാകും എന്ന സത്യത്തെ തടുത്തപ്പോ, സ്വന്തം നീതിയെ സ്ഥാപിച്ച് മുന്നേറാൻ ആഗ്രഹിച്ചപ്പോ, ചെയ്ത് നീതിമാനാകാൻ ആഗ്രഹിച്ചപ്പോ, എന്നാ ചെയ്ത് നീതിമാനാകുന്ന ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെട്ടതാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. ഹല്ലേലൂയ. വചനം പറയുക, ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢന്മാരായി പോയി. So people who called themselves wise became fools. ഹല്ലേലൂയ. അതുകൊണ്ട് 26-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അവരുടെ അവമാന രാഗങ്ങൾ ഏൽപ്പിച്ച് അവരുടെ സ്ത്രീകൾ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. താഴേക്ക് വായിക്കുമ്പോൾ ദൈവത്തെ 28 verse 28, പ്ലീസ് റീഡ് verse 28, Romans 1:28. ദൈവത്തെ അറിവിൽ, പരിജ്ഞാനത്തിൽ, ദിനാസ്കോയിൽ ദൈവത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനാൽ ദൈവം അവരെ ഉചിതമായത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞ അറിവിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ നികൃഷ്ട ബുദ്ധിയിൽ വന്നപ്പോഴാണ് ഈ പ്രവർത്തികളെല്ലാം മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. So even as they refused to have God in their knowledge, God gave them up to reprobate mind and to do those things which are not fitting. ഒന്നും പറഞ്ഞു. And even as they refused to have God in their knowledge, God gave them up to reprobate mind to do those things which were not fitting, that is for unrighteous works. ഹല്ലേലൂയ. എത്ര പേർക്ക് ആശയം മനസ്സിലാവുന്നു? ഒരു മുഴക്കം ഉണ്ടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, താങ്ക് യു. മതി. ഞാൻ പറഞ്ഞ ഈ ആശയം മനസ്സിലായോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ, അത് വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചോളാൻ ദൈവം മനുഷ്യനോട് പറഞ്ഞു. കാലാരംഭം മുതൽ ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ വേണ്ടി ദൈവം സൗജന്യമായി മനുഷ്യനെ നീതീകരിക്കുമെന്ന ലക്ഷണങ്ങൾ ദൈവം ലോകത്തെ കാണിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കാലാരംഭം മുതൽ
God was trying to teach people of His righteousness, which was going to come, but people refused to have knowledge have God in their knowledge. ഫൈനലി ഇവർക്ക് ഈ പരിജ്ഞാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സത്യമാകുന്ന വിശ്വസിച്ചാൽ നീതിമാനാകും എന്നതിനെ ഇവർ തിരിച്ചു കളഞ്ഞു. ഇവർ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല, മറിച്ചു കളഞ്ഞതിനെ. What God said was, if you believe, you get God's righteousness, but they turned it around, saying they covered that righteousness with unrighteous works. ഈ 28ാമത്തെ വാക്യത്തിൽ അത് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു. സ്വയനീതിയുടെ പരാജയം കാണാൻ, So it is to show them the failure ശ്രമം of കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന് self-righteousness. കാണാൻ. It is to show them that they cannot escape because of self-righteousness. God allowed them to fall into their failures. അവിടെയാണ് ഈ സകലതും ആരംഭിച്ചത്, സകല സിന്നും ആരംഭിച്ചത്. So all the sins started from there. 29ാം പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തടത്താണ് പാപം ആരംഭിച്ചത്. So that is where the sin started, because they were trying to do this in their own righteousness. എത്ര പേർക്ക് മനസ്സിലാവുന്ന ഈ ആശയങ്ങള്? മനസ്സിലായി ഞാൻ പറയുന്നത്? ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാം, ഇത്രയൊന്ന് പറയാം, ഒന്ന് ഉറക്കെ പറ. എഴുന്നേറ്റ് ഒന്ന് ഉറക്കെ പറഞ്ഞോ. ആ ആ ഏതിൽ നിന്ന്? വിശ്വാസത്താൽ ജീവിക്കുമെന്ന സത്യത്തെ വിശ്വാസത്താൽ അല്ല ജീവിക്കുന്നത് എന്നതിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ ആ ട്വിസ്റ്റിങ്ങിലാണ് മനുഷ്യന്റെ ശ്രമം കയറിയത്. വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്രമിച്ച് ജയാളിയാകാനാണ് മനുഷ്യനെ വിളിച്ചത്. പക്ഷെ എപ്പോ വർക്കിലേക്ക് പോയോ അപ്പൊ വർക്കിൽ നീ ജയിക്കുന്നു ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ദൈവം നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു. ഇപ്പൊ വർക്കിൽ ആദ്യമൊക്കെ സക്സസ് ആയിരുന്നു, പിന്നെ വന്നപ്പോ ഇതേ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. Initially the works were successful, but as you read down, you know that it was a failure of സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കാപട്യം, ദുശ്ശീലം, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്ന ഏവരും മരണയോഗ്യരെന്ന് അറിഞ്ഞിട്ടും ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. So they were filled with all unrighteousness, wickedness, covetousness, maliciousness, full of envy, murder, deceit, whisperers, backbiters, hateful to God, insolent, haughty, boastful, inventors of evil things, and disobedient to parents. അപ്പൊ ഇത് മാറാൻ, അപ്പൊ ഇതാണ് നമ്മളുടെ വേൾഡ്. ഇപ്പം ഇമ്മോറാലിറ്റി, UK ഒരു പട്ടണത്തിൽ നമ്മൾ മീറ്റിങ്ങിന് വന്നു, ഒരു സ്ഥലത്ത് നമ്മൾ മീറ്റിങ്ങിന് വന്നു. ആ സ്ഥലത്ത് വന്ന മീറ്റിങ്ങിൽ നമ്മൾ ആ പട്ടണങ്ങളിൽ ഒരുപാട് അനീതികൾ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകട്ടെ. We sometimes pray that children should be obedient to parents. കർത്താവെ, കുരുളക്കാരാണ് ഈ ദേശത്ത് മുഴുവൻ, ഏഷണിക്കാരാണ്, ദൈവദോഷികളാണ്, നിഷ്ഠൂരന്മാരാണ്. ദൈവമേ, ഞാൻ മാത്രമേ ഇതിന് നടുവിലൊരു നീതിമാനുള്ളൂ. ഇവർക്ക് വരുന്ന ന്യായവിധി ഞാൻ അറിയുന്നു. ദൈവമേ, ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കണേ. നമ്മുടെ സുവിശേഷ ഘോഷണത്തിൽ ഞാൻ ഒരു പരിധി വരെ ഞാൻ രക്ഷപ്പെട്ടു. ഇനി ബാക്കിയുള്ളവരുടെ ദൈവമേ ഇവരൊക്കെ നരകയോഗ്യർ. ഇവര് നരകയോഗ്യരായതിന്റെ റീസൺ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാത്തതാണ്. So all the unrighteousness or the wickedness or the envy and the murder which is happening all around us, it is because they haven't submitted to God's righteousness. ദൈവനീതിക്ക് കീഴ്പ്പെടുമ്പോൾ നിങ്ങളെക്കാളും മുമ്പിൽ അവർ പോകും. If they had submitted to God's righteousness, they would have moved ahead before you. ഇവിടെ ദൈവനീതിക്ക് കീഴ്പ്പെടാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. Because they cannot submit to God's righteousness, that's why this is happening. ഈ പരാജയം, ശരിക്കും പറഞ്ഞാൽ ഈ ഫെയിലിയർ ഇന്ന് ലോകത്തിൽ എവിടെ ഏത് രാജ്യത്ത് നിങ്ങൾ ചെന്നാലും ഈ പരാജയം കാണാൻ പറ്റും. You can see this failure in all the countries. ഈ പരാജയത്തെ മാറ്റാൻ, to remove this failure, condemnation പറഞ്ഞിട്ട് കാര്യമില്ല. There's no point in saying condemnation. കാരണം ഇതാണ് condemnation കൊണ്ടുവന്ന കാരണം. This is a reason what caused condemnation. അപ്പോൾ ഇനി പ്രസംഗിക്കപ്പെടേണ്ടത് condemnation അല്ല. So don't preach condemnation now. നരകത്തിന്റെ തീയോ ഡിഗ്രിയോ അല്ല ഇന്നത്തെ preaching subject. Don't think of the fire in hell.
ഇന്നത്തെ preaching subject must be the free righteousness. Today's preaching subject should be free righteousness of God. നീതി, സൗജന്യ നീതി, യേശുവിലൂടെ ലഭിച്ച സൗജന്യ നീതി. അതിനെ ഒരാൾ അക്സെപ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ ഏതാണ്ട് 24 കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് ടൈം എടുത്ത് നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ഇതിനകത്തുനിന്ന് മനുഷ്യൻ രക്ഷപ്പെടാനുള്ള ഏക വഴി ഇതേ ഉള്ളൂ, സ്വയനീതിയിൽ നിന്ന് ഇറങ്ങി ദൈവനീതിയിലോട്ട് കയറുക. The only way to escape from all this evil is to come from your self righteousness and get into God's righteousness. റോമാലേഖനത്തിന്റെ തീം ഗ്രേസ് കമ്മ്യൂണിറ്റി ഉള്ളവരെ പല പ്രാവശ്യം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്കറിയാം. ഇന്ന് ആദ്യമായിട്ട് വന്നവരോട് ഞാൻ പറയുകയാണ്, റോമാലേഖനത്തിന്റെ തീം തന്നെ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ്, വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഓരോ വാക്യത്തിനകത്തും ശരിക്ക് മേളിൽ മുതൽ താഴേക്ക്, ഇപ്പൊ റോമാലേഖനം 1-ാം അധ്യായം തന്നെ ഇവിടെ ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ അത്ര കണ്ട് മനസ്സിലാകത്തില്ല. നിങ്ങളിതിന് മേളിൽ മുതൽ വായിച്ചു നോക്കിയാൽ അറിയാം ദൈവത്തിന്റെ സത്യത്തെ. അവിടെ എല്ലാം പഴയ നിയമത്തിലെ ആ ഉദ്ധരണി ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത്. എന്താ ദൈവത്തിന്റെ സത്യം? എന്റെ നീതിയും വിശ്വാസത്താൽ ജീവിക്കും, ഇതാ ദൈവത്തിന്റെ സത്യം. The truth is that my righteous shall live by faith. അതെല്ലായിടത്തും ഈ റോമാലേഖനത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കൊട്ടേഷനിൽ ഇട്ടിട്ടുണ്ട്. എന്റെ നീതിമാൻ my just shall live by faith, my just shall live by faith, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ സത്യത്തെ 26-ാമത്തെ വാക്യം, അതുകൊണ്ട് 25-ാമത്, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു, ഈ അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ദൈവത്തിന്റെ ട്രൂത്ത്, ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി കളഞ്ഞു. So they exchanged the truth of God for a lie and worshipped and served the creature rather than the creator who's blessed them forever. അപ്പോൾ ഇവിടെ മുതൽ നിങ്ങൾ സർവേ തുടങ്ങിയോ. ചാപ്റ്റർ 1, so if you go from Romans chapter 1, 21 തരത്തിലുള്ള അശുദ്ധി അകത്ത് പ്രവേശിച്ചതിന്റെ റീസൺ ഒറ്റ 26-ാം വാക്യത്തിൽ നാം കണ്ടു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ടാണ് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഈ നികൃഷ്ട ബുദ്ധിക്കകത്തുനിന്ന് ഈ മനുഷ്യർ വിടുവിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചാൽ മതി. So if you have to come out from this evil, all the 21 evil that is spoken here, all you have to do is grow in the knowledge of God. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. That is, grow in the knowledge of God. അപ്പോൾ ഇതിന്റെ സ്വയനീതിയുടെ പരാജയം, അതാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. That's the failure of self righteousness. Chapter 2, chapter 3. Okay. ഇവിടെ നോക്കണേ, 2:4. ഞാൻ കുറച്ച് വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് വായിക്കുകയുള്ളൂ. അല്ല, ദൈവത്തിന്റെ ദയ, the mercy or the grace of God lead you to the repentance. Don't you know that mercy, the goodness of God is leading you to the repentance? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? So you are why do you despise the riches of his goodness and forbearance and long suffering, not knowing that the goodness of God leads you to repentance? ദൈവത്തിന്റെ ഗുഡ്നെസ് ആണ് എന്നെ റിപ്പന്റൻസിലേക്ക് നയിക്കുന്നത്. His goodness leads you to repentance. എത്ര പേര് അത് കേട്ടു എന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ ഗുഡ്നെസ് ആണ് എന്നെ റിപ്പന്റൻസിലേക്ക് നയിക്കുന്നത്. So it is his goodness which leads you to repentance. അത് ഒന്നുള്ളിൽ എഴുതിക്കാട്ടെ. God's goodness ആണ് will lead you to the repentance. It is his goodness which leads you to repentance. Oh, praise God. താഴേക്ക് ഇനി വായിച്ചാൽ അറിയാം, ദൈവത്തിന്റെ ആ ഗുഡ്നെസ് വെളിപ്പെട്ടിരിക്കുന്നത് നീതിയിലാണ്. ചാപ്റ്റർ 3-ലേക്ക് വരുമ്പോൾ ഓസമാണ്. നിങ്ങളത് നോക്കിയാട്ടെ. ഇവിടെ എല്ലാ കൊട്ടേഷൻ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നുള്ള കൊട്ടേഷൻ എടുത്തിട്ടിരിക്കുക. കാരണം ഇവിടുത്തെ വായനക്കാർ, റെസിപ്പിയൻസിന് ഇത് ശരിക്കും അറിയാം. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. യഹൂദൻ ഒരിക്കലും ദൈവനീതിക്ക് കീഴ്പ്പെടുവാൻ ഇഷ്ടമില്ല. കാരണം അവന്റെ ലോ പറഞ്ഞത് ചെയ്യുന്നവൻ ജീവിക്കുമെന്ന. Yeah, the Jews were finding it difficult to submit to God's righteousness because under the law it is you live by what you do. കണ്ടോ? അപ്പൊ ഒരിക്കലും അതുകൊണ്ട് തന്നെ ഫ്രീ റൈച്ചസ്നെസ്സിൽ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം ചെയ്യുന്നവൻ, റോമൻസ് 10 നമ്മളത് വായിച്ചായിരുന്നു അല്ലേ? റോമൻസ് 10 വേണമെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. Romans 10 verse 5. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച്, righteousness in the law. What is righteousness in the law says? What does the righteousness of the law says? എന്താ പറയുന്നത്? അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. അത് ചെയ്യുന്നവൻ ജീവിക്കും. ലോയിൽ അതാ പറഞ്ഞത്, ചെയ്യുന്നവൻ ജീവിക്കും. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ ലോ ഉള്ളിൽ കിടക്കുകയാണ്. ഞാൻ ചെയ്താലേ ജീവിക്കുകയുള്ളൂ. The law says only if you do you live. എത്ര പേർക്ക് അത് തെളിയുന്നു?
ഓക്കെ, ചെയ്താലേ ജീവിക്കുകയുള്ളൂ എന്ന ലോ മെന്റാലിറ്റി അകത്ത് കിടക്കുമ്പോൾ യേശു എന്ന് പറയുക, ജസ്റ്റ് ബിലീവ് ആൻഡ് ലീവ്. മൈ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. എന്നെ വിശ്വസിച്ചു എന്ന കാരണത്താൽ എന്റെ നീതിമാൻ ജീവിക്കും. It is my righteous who live by faith. Faith in me. Faith in Jesus. Faith in what I did. Faith in what on the finished work of cross. എന്ത് ഞാൻ ചെയ്തോ അതിലുള്ള വിശ്വാസത്താൽ എന്റെ നീതിമാൻ ജീവിക്കും. The righteous shall live by faith in me of what I have done. റോമാലേഖനകാരൻ വളരെ സരസമായി ഗംഭീരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പദമാണ് റോമൻസ് 10:5. അത് ചെയ്ത മനുഷ്യൻ, Romans 10:5 says, അത് ചെയ്ത മനുഷ്യൻ യേശുവാ. അതാ അതിന്റെ അവതരണം. അത് ചെയ്ത മനുഷ്യൻ, the one who did it, അതിനാൽ ജീവിക്കും, lives by it. ആർക്കും ഇത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. No one could do it. Under the law, no one could do or no one could fulfill the law. We cannot. നമ്മളെ കൊണ്ട് ലോ ഫുൾഫിൽ ചെയ്ത് റൈച്ചസ്നെസ് സ്വീകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. Man could not fulfill the law to receive ലോയുടെ പ്രോമിസ് righteousness. പറയുന്നത് ചെയ്ത മനുഷ്യൻ ജീവിക്കുമെന്നാ. The law says if you do it, you live. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. But we can't do it. റോമൻസിലെ പൗലോസ് അവിടുത്തെ ക്ലോസ് എടുത്തിടുക, എവിടെ ചെയ്ത മനുഷ്യൻ ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതാണ്ട് വന്ന് ചെയ്ത ഒരാള്, ഇനി നിങ്ങൾ ജീവിച്ചു. So that is why Paul says you couldn't do it. There's a person who's come and done it. So believe in him and live by faith. So ഒരു തരത്തിലും ലോ മെന്റാലിറ്റിയിൽ ഫ്രീ റൈച്ചസ്നെസ്സിന് കീഴ്പ്പെടാൻ പറ്റുകയില്ല, സ്വയനീതിക്ക് കീഴ്പ്പെടാൻ പറ്റുകയില്ല. കാരണം സ്വയനീതി എപ്പോഴും എന്നോട് പറയുന്നു, നീ എന്നാലും ചെയ്താലും നിനക്ക് ഗുണമുള്ളൂ, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഗുണമില്ല, അതിലൊന്നും കാര്യമില്ല. കാരണം സ്വയനീതി ഒരിക്കലും ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. റോമൻസ് 3 വരാം. Self-righteousness doesn't believe in God's righteousness. It feels that you have to do something to get righteous. ഓക്കെ, റോമൻസ് 3 8 മുതലുള്ള 10 മുതലുള്ള വാക്യങ്ങളാണ്. 10 മുതലുള്ള വാക്യം, നീതിമാൻ ആരുമില്ല. ആണ് കിടക്കുന്നത്. So Romans 3:10 says there's none righteous. നീതിമാൻ ആരുമില്ല. നീതിമാൻ ആരുമില്ല. There's no one righteous. ഒരുത്തം പോലും ഇല്ല. Not even one. ആ പ്രയോഗം നോക്കിയേ, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. There's no one righteous, not even one. അപ്പൊ റോമർ 8:10 പുതിയ നിയമത്തിലെ വാക്യമാണല്ലോ നീതിമാൻ ആരുമില്ലെന്ന്. പക്ഷെ അതിന് ഇപ്പുറത്തൊരു ഇൻവേർട്ടഡ് കോമ നിങ്ങൾ കാണണം. ഇൻവേർട്ടഡ് കോമ ഇടുന്ന സന്ദർഭങ്ങളെല്ലാം ഉദ്ധരണികൾ എടുത്തിടുന്ന സമയങ്ങളാണ്. റോമാലേഖനം 3:10 വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വന്നാൽ 18 വരെ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് എടുത്തിട്ടിരിക്കുന്ന ഭാഗമാണ്, കോട്ട് ചെയ്തിരിക്കുന്നതാണ്. So Romans 3:10-18 is in inverted commas which is quoted. അത് ഇന്നത്തെ അവസ്ഥയല്ല, അന്നത്തെ അവസ്ഥയുടെ പരാജയം കാണിക്കാൻ എടുത്തിട്ടതാ. It was a failure of the works of the law. To show the failure of the works of the law. ഹല്ലേലൂയ. 10 വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുക എല്ലാവരും വഴിതെറ്റി കൊള്ളരാത്ത, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, തുടർന്ന ശവക്കുഴി, നാവ് ചതിക്കുന്നു, സർപ്പവിഷാദരുടെ അധരത്തിന് കീഴിലുണ്ട് എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് 19 വാക്യം, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷാവിധിക്ക് യോഗ്യമത്രേ. കാരണം റിക്വയർമെന്റ് ഓഫ് ദി ലോ കംപ്ലീറ്റ് ചെയ്തിട്ട് ആർക്കും നീതിമാന്മാരാകാൻ പറ്റാത്തത് കൊണ്ട് സർവ്വലോകവും ദൈവത്തിന് മുമ്പിൽ ശിക്ഷാവിധിക്ക് യോഗ്യമത്രേ. You cannot fulfill the law and become righteous, so every person is under the judgment of God. എന്നിട്ട് റോമൻസ് 3:20 വ്യക്തമായിട്ട് പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ, by the works of the law shall no flesh be justified in his sight. ന്യായപ്രമാണത്തിൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്ര വരുന്നത്. Verse 3:21, please read carefully. Verse 3:21, ഇപ്പോഴെങ്ങനെയാ? ഇപ്പോഴോ, ഇപ്പോഴോ. എല്ലാവരും ആ വാക്യം ഒന്ന് എടുത്തു ചേർന്നൊന്ന് വായിച്ചാട്ടെ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താണ്. Oh, thank you Jesus, thank you Jesus. The free righteousness of God revealed now without the law. The free righteousness of God is revealed now apart from the law. നിയമത്തിലെ നിയമ പൂർത്തീകരണം കൂടാതെ, അതാ അവിടുത്തെ 3:21, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, അപ്പോഴോ ദൈവത്തിന്റെ നീതി, നീതിമാന്മാർ ആരുമില്ല. Verse 8, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും. Now God's righteousness is apart from the law. There's a righteousness of God which has been manifested, being witnessed by the law and the prophets. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ച, നിങ്ങൾക്ക് ഇപ്പൊ വേഗത്തിൽ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അതൊരു ക്യാപ്സൂൾ വരുവത്തി വീഴട്ടെ. ഒറ്റ ആശയത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ ഇതാ
ഞാൻ പ്രവർത്തിച്ച് നീതിമാനായിക്കോളാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം. എന്റെ നീതി പ്രവൃത്തി കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചോളാം. There is one group which says that I will please God with my own works. മകനെ നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല. God says you can't do it. അന്നേരം ദൈവത്തെ പഠിപ്പിക്കുക. So then the person says no, I can do it. ഞാൻ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചോളാം. I will please you with my works. അവസാനം ചെയ്ത് ഇപ്പൊ ചെയ്തുകളുടെ കാര്യം അതാവട്ടെ നമ്മൾ വായിച്ചത്, അതിലൊക്കെ തുടങ്ങി. So they started doing, trying to please അന്നേരവും God. ദൈവം പറയുന്നു, even then God says ചെയ്യുന്നതിനപ്പുറത്തൊരു നീതിയുണ്ട്. There's a righteousness apart from the law. 3:21 ഇപ്പോഴോ now ദൈവത്തിന്റെ നീതി there is a righteousness വിശ്വസിക്കുന്ന of God ഏവർക്കും which is given to യേശുക്രിസ്തുവിലുള്ള everyone who വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. റോമൻസ് 3:21 പറയുന്നു, നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു. 21 ഇപ്പോഴോ ദൈവത്തിന് But now apart from the law a righteousness of God has been manifested, being witnessed by the law and the prophets. അപ്പോൾ ഇത് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞതിനെതിരല്ല. അവർ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. They have witnessed this or they have prophesied about this. ഈ നീതിയെക്കുറിച്ച് അവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. They have said this in the past about this ഈ righteousness. നീതി ലഭിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പഴയ നിയമത്തിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. The prophets have said this in the past. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. When his sins are forgiven by God, he is a lucky person. അപ്പോൾ അന്ന് പറഞ്ഞതിന്റെ കോൺട്രഡിക്ടറി അല്ലിത്. This is already അന്ന് പറഞ്ഞതിന്റെ ഫുൾഫിൽമെന്റ് ആയത്. It is a fulfillment of what was spoken by the prophets. അന്ന് എന്ത് പറഞ്ഞു അതിന്റെ പൂർത്തീകരണമായത്. It is a fulfillment of what was spoken. വചനം വ്യക്തമായി പറയുന്നു, അവന്റെ കൃപയാൽ 24ാമത്തെ വാക്യം, അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെടുന്നത്. കരമടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം. യേശുവിന്റെ കൃപയാൽ justified freely by his grace through the redemption that is in Christ Jesus. You are justified freely. എങ്ങനെ എനിക്ക് സൗജന്യമായി നീതീകരിക്കപ്പെടാൻ കഴിയും? How can I be made freely righteous? ഇവിടെ റോമാലേഖനം 3-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ 3:21 ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്. So apart from the law there's a righteousness of God. പക്ഷേ റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വചനം നിങ്ങൾക്ക് സമീപമായി നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് നിങ്ങൾ വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ വിശ്വാസ വചനം തന്നെ. So you have to believe in the word which is close to you, and when you believe in the word, that is the righteousness for you. 3:21 പറയുന്നു വെളിപ്പെട്ടിരിക്കുന്നു. 3:21 says it has been revealed. Free righteousness is revealed. Free righteousness is revealed. Is revealed. It's already revealed. Is revealed through the Son Jesus Christ. It's revealed through the Son Jesus. പുത്രനിലൂടെ അത് വെളിപ്പെട്ടിരിക്കുന്നു. It has been revealed through Jesus. 10-ാം അധ്യായത്തിലേക്ക് വന്നോ? വെളിപ്പെട്ടിരിക്കുന്നു എന്നല്ല, 10-ാം അധ്യായത്തിലേക്ക് വരുന്നു. 10-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു വെളിപ്പെട്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞു, വചനം നിങ്ങൾക്ക് സമീപമായി. ഒന്ന് പറഞ്ഞേ, വചനം നിങ്ങൾക്ക് സമീപമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10:8 എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. But what we say, the word is close in the mouth and in വെളിപ്പെട്ടിരിക്കുന്നു. In verse 21 it says it was revealed. 3:21 വെളിപ്പെട്ടിരിക്കുന്നു. It was revealed. ഇന്ന് ചൂടില്ലല്ലോ. Okay, 3:21 വെളിപ്പെട്ടിരിക്കുന്നു. In 3:21 it was revealed. 10:8 says 10:8 says it's near. It's near. It is near. നിങ്ങളെ അടുത്ത് വന്നിരിക്കുന്നു. It has come close to you. എവിടെ വന്നിരിക്കുന്നു? എവിടെ വന്നിരിക്കുന്നു? In your heart. വചനം നിങ്ങൾക്ക് സമീപമായി നിങ്ങളുടെ വായിലും in your mouth, നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. in your heart. കേട്ടോ, അവിടെ തൊട്ടയുണ്ട് വായ് ഹൃദയം. In your mouth and in your heart. ആ രണ്ട് ടെർമിനോളജി എടുത്താലേ അതിന്റെ ആശയം മനസ്സിലാവും. വായ് ഹൃദയം. പറഞ്ഞേ, വായ് in your mouth and in your heart. വായ് ഹൃദയം. In your mouth and in your heart. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഒരിക്കലും വായിലല്ല നീതി വെളിപ്പെടണ്ടേ. It is not in your mouth that the കാരണം righteousness സ്വയനീതി should be ഇരിക്കുന്ന revealed. വായിലല്ല, സ്വയനീതി ഇരിക്കുന്ന ഹൃദയത്തിലാണ്. Self righteousness is there in your heart. പക്ഷെ രക്ഷ വ്യാപരിക്കേണ്ട അധരത്തിലാണ്. അധരം കൊണ്ട് ഏറ്റു പറഞ്ഞേ. You have to speak. 8-ാം വാക്യം, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് നിങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ എന്നിട്ട് പറയാ, യേശുവിനെ കർത്താവെന്ന്. ഒന്ന് പറഞ്ഞേ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. So if you shall confess with your mouth Jesus is Lord. രക്ഷപ്പെടും. ഏതിൽ നിന്ന്? ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടും.
ഏത് തലമുറ? അശുദ്ധിയും അനുരാഗവും ദുഷ്കാമത്തിലും നിറഞ്ഞ ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടും? ദൈവനീതിയാൽ രക്ഷപ്പെടും. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തു. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിനെ If you confess with your mouth Jesus as Lord and you believe in their heart that Jesus raised him from the dead, you shall be saved. യേശുവിനെ You have to believe in Jesus. Say that he is saved. എത്ര മക്കൾ ഇവിടെ ഇരിക്കുന്നവർ ഏറ്റു പറഞ്ഞിട്ടുണ്ട്? യേശുവിനെ കർത്താവെന്ന്, കർത്തൃത്വം നടത്തുന്നവനെന്ന്, എന്റെ മേൽ നിയന്ത്രണമുള്ളവനെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ, ഇവിടെ അടുത്ത ക്ലോസ് കിടക്കുന്നത്, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. You have to believe that God raised him from the dead. വായ് കൊണ്ട് ഏറ്റു പറയണം. പക്ഷെ വിശ്വസിക്കേണ്ടത് കർത്താവെന്നല്ല. കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു, പക്ഷെ വിശ്വസിക്കേണ്ടത് നോക്കി, ദൈവം അവനെ, ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവങ്ങളെ, ദൈവം ഉറക്കെ പറഞ്ഞെ, ദൈവം അവനെ, ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വായ് തുറന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ എന്നാ ഗുണം? 4:24 Romans 4:24 പെട്ടെന്ന് വായിച്ചു. നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. അടുത്തത്, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന. He was raised from the dead for our righteousness. He was raised from the for dead our sins. For our righteousness. He died for our sins. നീതീകരണത്തിനായി. He was raised from the dead for our righteousness. ഒന്ന് പറഞ്ഞു, എന്നെ ഉറക്കെ പറഞ്ഞു. To make me righteous. നീതീകരിക്കാൻ വേണ്ടി. To make me righteous. ഉയർപ്പിച്ചുമിരിക്കുന്ന. He was raised from the dead. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. That is our God Jesus. അപ്പോൾ യേശുവിന്റെ ഉയർപ്പിനകത്ത് എന്താ ഉള്ളേ? Our righteousness. ഉറക്കെ പറ. വായ് തുറന്ന് പറ. When he was raised from the dead, it was for our righteousness. My righteousness. My righteousness. My righteousness. My righteousness. My righteousness. My righteousness. എന്റെ നീതീകരണമാണ് യേശുവിന്റെ ഉയർപ്പിലുള്ളത്. My righteousness. ഉറക്കെ പറ, യേശുവിന്റെ ഉയർപ്പിലുള്ളത് in his resurrection. എന്റെ നീതീകരണമാണ്. It was my righteousness. ഇത് സംഭവിച്ചു 2014 വർഷം മുമ്പ്. This happened 2014 years ago. ഇന്ന് ഞാൻ അത് ഏറ്റുപറയുക. I am saying it today. ഇന്ന് ഞാനത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. I am believing in my heart എന്റെ today. നീതീകരണത്തിനായി ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു. എനിക്ക് നീതി കിട്ടുന്നു. ഏത് നീതി? എന്റെ നീതിക്ക് വേണ്ടി ഉയർപ്പിച്ച യേശുവിൽ വെളിപ്പെട്ട നീതി. ഓ ഹല്ലേലൂയ. ആ നീതിയാൽ ഞാൻ നീതിമാനായി. തന്റെ കൊണ്ട് നെഞ്ചത്തോട്ട് കരമമർത്തി വെച്ച് ഉറക്കെ പറ, ആ നീതിയാൽ ഞാൻ നീതിമാനായി. ആ നീതിയാൽ ഞാൻ നീതിമാനായി. With his righteousness I have become righteous. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നീതിയാൽ ഞാൻ നീതിമാനായി. With his righteousness I became righteous. ആ righteous conscience ഉള്ളിലോട്ട് വ്യാപരിക്കട്ടെ. Get that righteous consciousness into your hearts. ആ righteous conscience ഉള്ളിലോട്ട് വ്യാപരിക്കട്ടെ. Let it go into your hearts. യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള സത്യമാണെങ്കിൽ, he was raised from the dead, ആ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ച ഞാൻ നീതിമാനാണ്. if you believe in that, you are righteous. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറ, യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള സത്യമെങ്കിൽ, God was resurrected from the dead. അതിക്രമത്തിന് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു, നീതീകരിക്കാൻ വേണ്ടി ഒന്ന് നീതീകരിക്കാൻ വേണ്ടി. He died for our sins. He was raised from the dead for our righteousness. ഷാഡോ അവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഷാഡോ അതുപോലെ ഇവർക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് അത്രത്തോളം മനസ്സിലാകില്ല. യാഗവസ്തുവായിട്ട് അകത്തേക്ക് പോകുന്ന പുരോഹിതൻ യാഗം അർപ്പിച്ചു കഴിയുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് പോകുമെന്ന് കാണാം. ഓൾറെഡി യാഗം അവിടെ നടന്നു കഴിഞ്ഞു. വേണേ വർത്താനം പറഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവാം, പക്ഷെ പോകത്തില്ല. പുരോഹിതൻ തിരിച്ചു വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. പുരോഹിതൻ തിരിച്ചു വന്ന് അവരെ അനുഗ്രഹിക്കുമ്പോഴാണ് കംപ്ലീറ്റ് സിൻ കോൺഷ്യസ് ഒഴിഞ്ഞ് അവർ പോകുന്നേ. യാഗം അർപ്പിച്ച പുരോഹിതൻ യാഗം കഴിഞ്ഞ് തിരിച്ചു വരണം, തിരിച്ചു വന്ന് ജനത്തെ ആശീർവദിക്കണം. കമോൺ. When the priest goes to offer the sacrifice, യാഗം കഴിഞ്ഞ് after the sacrifice, തിരിച്ചു വന്ന് ജനത്തെ he comes ആശീർവദിക്കണം. and blesses the people, and that's when he offered the sacrifice. യേശു യാഗം അർപ്പിച്ചു. So God was given as a sacrifice. ശരീര യാഗം അർപ്പിച്ചു.
He offered the sacrifice of his body. സിൻ അവിടെ റെമിഷൻ ആയി കഴിഞ്ഞു. It was for the remission of our sins. പാപത്തിന് പരിഹാരം നടന്നു കഴിഞ്ഞു. It was for the പക്ഷെ remission of the sins. നീതിമാനാണെന്നുള്ള ബോധ്യത്തോടെ വീട്ടിൽ പോകണമെങ്കിൽ If you have to go മരിച്ചവൻ home as ഉയർത്തെഴുന്നേറ്റ് വന്ന് എന്നെ righteous, അനുഗ്രഹിക്കണം. he has അതാ to ഇവിടെ, come അതാ back ഇവിടെ, from the അതാ dead ഇവിടെ. and bless അതിന്റെ me. ഷാഡോയാ അവിടെ. That it was ഇതിന്റെ the റിയാലിറ്റി shadow of എവിടെ? this in the Old എത്ര Testament. പേർക്ക് ഇത് ഉള്ളിൽ തെളിയുന്നു? എത്ര പേർക്ക് ഇത് ഉള്ളിൽ തെളിയുന്നു? ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റവൻ എന്നോട് വന്ന് പറഞ്ഞു, അതിക്രമത്തിനാ കൊന്നേ, നീതീകരണത്തിനാ ഉയർപ്പിച്ചേ. I died for your sins, but I was raised for എന്റെ കൂടെ വാ. righteousness. അതൊന്ന് സ്വീകരിച്ച ആ പദത്തെ. So receive that. അതിക്രമത്തിന് വേണ്ടിയാ മരിച്ചേ, Receive that into you. നീതീകരണത്തിന് വേണ്ടിയാ ഉയർപ്പിച്ചേ. He was raised from the dead for ഒരു ഹല്ലേലൂയ പറഞ്ഞേ. righteousness. Thank Jesus. ആ ഉയർപ്പ് നടന്നേ പിന്നെ ഈ ഉറപ്പ് എനിക്കുണ്ട്. After he was യേശുവിന്റെ risen, ഉയർപ്പാണ് എന്റെ ഉറപ്പ്. it is his risen from, he was risen from the dead, and that is my trust. പറ്റിയല്ല അതുകൊണ്ടൊന്നും വിടത്തില്ല, നല്ലതായിട്ട് പറയണം. He died for my sins, and he was raised from the dead for my righteousness. As he is raised, and that I know that he is raised, and that gives me the assurance. That is the confidence to approach the throne of grace. അതാണ് എനിക്ക് കൃപയുടെ സിംഹാസനത്തിലേക്ക് അടുത്തിയുള്ള ധൈര്യം. ഹല്ലേലൂയ. പ്രാകാരത്തിൽ നിന്ന് ഞാൻ അവിടുന്ന് മുമ്പോട്ട് വരാനുള്ള ധൈര്യം യാഗം നടത്തിയവൻ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു, now you are righteous. It is because he's come back and said that I am righteous. Jesus. I can go to the യാഗം throne of നടത്തിയവൻ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, you are righteous. He said, I am righteous. നീ എന്റെ നീതിമാനാ. You are my righteous. Oh, thank God. എന്നിട്ട് ദൈവം റിക്വസ്റ്റ് ചെയ്യാ, ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, ഇതിനൊന്ന് കീഴ്പ്പെടാവോ? And God is requesting us Please, to submit to this. ഇതിനൊന്ന് കീഴ്പ്പെടാവോ? Submit to this. Submit to his Please, righteousness. ഇതിനൊന്ന് വിധേയപ്പെടാമോ? Can you submit to his righteousness? നീതിമാനാകാൻ വേണ്ടിയുള്ള നീതിപ്രവൃത്തി നിർത്തിയിട്ട് നീതിമാനായതുകൊണ്ടുള്ള നീതിപ്രവൃത്തി തുടങ്ങാവോ? Stop the self-righteousness and start doing good works because you are righteous. ഇന്ന് നീതിപ്രവൃത്തി എന്റെ ഫലമാണ്. Today, good works is a fruit, not my effort. എന്റെ ഫലമാണ്. It is my fruit. കാരണം ഞാൻ റൈച്ചസ് ആയി കഴിഞ്ഞു. Good works are my യേശുവിനെ fruit. വിശ്വസിച്ചപ്പോൾ When I believed in Jesus, ഉറക്കെ പറഞ്ഞു, എന്റെ നീതീകരണത്തിനായി. for my righteousness. ഇതിന് 4 കാലോ 5 കാലോ ഒക്കെ വെച്ചാലും പഠിപ്പിക്കുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയ സത്യ പറയുന്നത്. This is a truth which I believe. നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നീതീകരിക്കപ്പെടും. It is not in stages. When you believed, you have been made righteous. ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു, ഉയർത്തെഴുന്നേക്കും എന്നുള്ളത് സത്യമാണെങ്കിൽ നീതീകരിക്കപ്പെടും, അത് സത്യമാണ്. He was raised from the dead once, so righteousness is once. When you believed, you have been made righteous. നീതീകരിക്കപ്പെട്ടത് യേശുവിന്റെ ഉയർപ്പിനാലാണ്. It is through his resurrection. So you are made righteous. ഞാൻ ഈ വിഷയത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിയാട്ടെ. ഇവിടെ ദൈവത്തിന്റെ നീതി സൗജന്യമായി നിൽക്കുന്നു. Here the righteousness of God is free. സമീപമായി. It is close. The righteousness is near. Near. വചനം നിങ്ങൾക്ക് സമീപമായും പിന്നെ The word is near, in your mouth and in your അവിടെ ഈ heart. വായിലെന്നുള്ളത് അതാണ് സ്വരങ്ങളെ അവിടുത്തെ ഡെപ്ത് കിടക്കുന്നത്. Romans 10:10. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ഈ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. ഇതിനു മുമ്പ് തന്നെ ഇത് എന്തായി കഴിഞ്ഞു? ഏറ്റുപറയും മുമ്പ് തന്നെ ഇത് സമീപമായി നിൽക്കുക. ജസ്റ്റ് എന്റെ ഡോർ സ്റ്റെപ്പിൽ നിൽക്കുക. എന്നിട്ട് എന്നോട് പറയാണ് Please say it. നിന്റെ സ്വയനീതിയുടെ ഫെയിലിയർ നീ കണ്ടില്ലേ? Didn't you see the failure of self-righteousness? പരിജ്ഞാനത്തിൽ ഈ ദൈവത്തെ ധരിക്കാൻ പറ്റാതെ വർക്കിൽ പോയപ്പം അതിന്റെ ഫെയിലിയർ കണ്ടില്ലേ? You saw the failure of self-righteousness. സക്സസ് ആക്കാം. I'll make it a success എന്റെ for വർക്ക് you. കൊണ്ട് ഞാൻ നിന്നെ സക്സസ് ആക്കാം. I will do it with my Believe work. in my work. Believe in my work. എന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുക. Believe and trust in my Success work. ആക്കാം. I'll make you a ഇത് success. വാദക്കൊന്ന് വിളിക്കുക. Come on. Enter into it. calling us. ഇതിലേക്ക് വാ. Come in. ഇതിലേക്ക് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുക. He's calling you to come in. ഞാൻ ഇവിടെ തിരിച്ച് ഡോറം കൊണ്ട് അടച്ചിട്ട് And I'm saying I don't want to get in. സ്വയനീതിയുടെ പ്രവർത്തനങ്ങളൊക്കെയാണ്. ഇതൊക്കെ അത് പൂർത്തിയാകട്ടെ. ഇത് ഫെയിലിയർ ആയ വരാം. I'm saying that I'm going in my self-righteousness. If this fails, then I'll come. അത് ഫെയിലിയർ അല്ലായിരുന്നെങ്കിൽ യേശുവിനെ തരേണ്ട ആവശ്യമില്ലായിരുന്നു.
If that was not a failure, then Christ shouldn't have come. യേശുവിനെ തന്നതിന്റെ അർത്ഥം അത് ഫെയിലിയർ ആയതുകൊണ്ടാണ്. Because it was a failure, ഏതെങ്കിലും Christ was പ്രവൃത്തി given. കൊണ്ട് ഞാൻ നീതീകരിക്കപ്പെടുമായിരുന്നെങ്കിൽ യേശുവിനെ തരേണ്ട ആവശ്യമില്ലായിരുന്നു. If I could be made righteous with ആ any പ്രവൃത്തി of എന്നോട് my ചെയ്യാൻ works, പറഞ്ഞാൽ മതിയായിരുന്നു. yes, then Christ needn't have come യേശു here. പറഞ്ഞ പ്രവൃത്തി ഒന്ന് സ്വീകരിച്ച് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാകുന്നു പിതാവ് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. Believe in the one The who work sent me. work is Work nothing is- but believing the Son who is sent from above. Work is believing in the Son who was sent from the Father. Jesus. Hallelujah. വചനം നിങ്ങൾക്ക് സമീപമായിരിക്കുന്നു. The word is close to വചനം you. നിനക്ക് സമീപമായിരിക്കുന്നു. The word is close to you. ഇന്നതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. വചനം അടുത്ത് നിൽക്കുകയാണ്. The word is close to you all. സുപ്രസാദ കാലം. This is the best time. ബെസ്റ്റ് ടൈമാ. This is the best You are in time. the right time. The word is very close to you. In a due time you are. You are at the right time. അത് ആ കറക്റ്റ് ടൈം തക്ക സമയത്താണ് നിൽക്കുന്നത്. You are very close to it. നിങ്ങളുടെ വായിലും ഹൃദയത്തിലും അത് ഇരിക്കുക. It is in your mouth and in your heart. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Can you say it? യേശു ഭൂമി വന്നപ്പം ബിയാറ്റിറ്റ്യൂഡ്സിൽ പർവ്വത പ്രസംഗത്തിൽ മുഴുവൻ ഇതാ വിശദീകരിച്ചത്. In the Sermon of the Mount, മാത്യു 5 നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ we പെട്ടെന്ന് go to വരാം. Matthew 5. അതോടെ പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് We'll രോഗികൾക്ക് have a വേണ്ടി look at പ്രാർത്ഥിക്കാം. it. മാത്യു 5 ആരംഭിക്കുന്ന ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ മാത്യു 5 ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ You have to know കഴിയുള്ളൂ. the context first to മാത്യു understand the 5 teaching. കേൾവിക്കാരൻ The listeners സ്വയനീതിക്കാരൻ. were self-righteous people. സ്വയനീതിക്കാരനാണ്. മാത്യു 5 കേൾവിക്കാരൻ The സ്വയനീതിക്കാരൻ. crowd was self-righteous people. ഒരിക്കലും ദൈവനീതിയെ വിശ്വസിച്ച് സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. They are the ones who couldn't believe in God's righteousness to ഓരോ receive it. വാക്യങ്ങൾ നോക്കിയോ. യേശു പറയുന്നു 5:6 നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. സോറി, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are 5:6 they that hunger and thirst after righteousness, for they shall be filled. നീതിക്ക് വിശന്ന് Those who are hunger and ദാഹിക്കുന്നവർ thirst for ഭാഗ്യവാന്മാർ. righteousness. അവിടെ അങ്ങനെയുള്ള ഒരു വളരെ ചുരുക്കമായിരുന്നായിരിക്കാം. There were very few in the crowd who were hungry for that. അവര് പറയുന്ന ഞങ്ങൾക്ക് മൊസൈക്ക് ലോ ഉണ്ട്, ഫോർ ഫാദേഴ്സ് ഉണ്ട്, സ്റ്റോൺ ടാബ്ലറ്റ്സ് ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പൊട്ടിച്ചതിന്റെ കഷ്ണങ്ങൾ. We have So certain they were things. thinking of everything what they had as self-righteous in the law. ഇനിയിപ്പോ നീതിക്ക് വേണ്ടി ഒരു വിശപ്പിന്റെ ഒന്നും ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നില്ല. We really don't know why ഞങ്ങൾ we വയറ് should നിറച്ച് ഏമ്പക്കം hunger, വിട്ടിട്ടിരിക്കുക. because they were already full. യേശു അവരോട് വ്യക്തം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ Then ഭാഗ്യവാന്മാർ. God says, blessed are those who hunger and thirst for righteousness. അവർക്ക് തൃപ്തി വരും. They will be ഞാൻ filled. അവർക്ക് തൃപ്തി വരുത്തും. I will. എന്റെ നീതി അവർക്ക് ലഭിക്കും. They will get my അങ്ങനെ അവർ righteousness, തൃപ്തരാകും. and then they will be content. അവിടെ മുതലല്ല. നിങ്ങൾ ശരിക്കും എടുത്താല് ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കീഴിൽ യേശു സ്നാനമേൽക്കുവാനായി വരുന്നു. ജോൺ സമ്മതിക്കുന്നു, സീനിയറിനെ ജൂനിയർ ഒരു തരത്തിലും പറ്റത്തില്ല. When Jesus came to get baptized under John, Okay. John was not willing. ഓർഡിനേഷൻ ലഭിച്ച നീ ക്രെഡൻഷ്യൽ പോലും ഇല്ലാത്ത എന്റെ അടുക്കൽ Why should സ്നാനത്തിന് you വരുന്നു. be? Yeah, No, because no, John no, I says- cannot agree. സ്നാനപ്പെടുത്താൻ യേശു യോഹന്നാൻ അവിടെ തൊട്ടേ പറയുന്നു, this is to fulfill the righteousness of the law. So then Jesus says, I have to undergo the baptism Yeah. to fulfill the righteousness of the law. ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്ന നമുക്ക് ഉചിതം. സോ അവിടെ മുതലേ കർത്താവ് നീതിയുടെ നിവൃത്തീകരണമാണ് കാണുന്നത്. So he was trying to fulfill the law. നീതിയുടെ നിവൃത്തീകരണം, It was fulfilling the law, the righteousness of the law. നീതിയുടെ നിവൃത്തീകരണം. അവിടുന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ വരുമ്പോഴാണ് മാത്യു 5 യേശു പറഞ്ഞു തുടങ്ങുന്നത്, നീതിക്ക് വിശക്കുന്നവരുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കാരണം ഇവിടെ ഒരെണ്ണം റിവീലാകാൻ പോവാ. That's why he says, blessed are ഞാനൊന്ന് those who നിവർത്തിക്കാൻ പോവാ. are hungry and thirsty. അതിനുവേണ്ടി ഇപ്പോഴും വിശന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. It is good if you are hungry and അവർക്ക് thirsty. തൃപ്തി വന്നു എന്നല്ല, They will be അവർക്ക് തൃപ്തി വരും. filled because a new one is coming. ഓക്കെ. എന്നിട്ട് 5:10 എന്ന് നോക്കി, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ശ്രദ്ധിച്ചു കേട്ട വാക്ക്, നീതി നിമിത്തം. ഞങ്ങൾ വരുന്ന വഴിക്കാൻ വാക്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. Blessed are those who suffer for righteousness' sake. Theirs is the kingdom of God. സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടം എന്താന്ന് ഈ വാക്യത്തിൽ വ്യക്തമാണ്.
What is the സുവിശേഷത്തെ suffering? പ്രതിയുള്ള കഷ്ടം. What is the suffering because of gospel? ഈ നീതിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്. When you believe in God's കാരണം righteousness, സ്വയനീതിക്കാരന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകത്തില്ല. then you will not go along with the self-righteous person. അവൻ പറയും ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അന്നേരം ഒന്നും ചെയ്യാത്ത നിനക്കിത് കിട്ടിയേ. The വെറുതെ വിടത്തില്ല self-righteous നിന്നെ. has done everything and not got anything. Here you don't do anything, you believe and you get everything. യേശു ഇവിടെ വ്യക്തമായി പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. Blessed are those who are persecuted for എന്നിൽ righteousness. നിവൃത്തിയാകുന്ന നീതിയെ നിങ്ങൾ വിശ്വസിച്ചോ, ഇന്ന് നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. If you believe in my righteousness, കാരണം- you will have problems where you stand. കാരണം അവർ വിശ്വസിക്കുന്ന എന്നിലുള്ള നീതി അല്ല, പ്രവൃത്തിയാലുള്ള നീതിയാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. പക്ഷേ ഭാഗ്യവാന്മാരാകട്ടോ. You are താങ്ക് ഗോഡ്. blessed. ഹല്ലേലൂയ. അന്നും ഇന്നും എന്നും അങ്ങനെ കേട്ടോ. We are already blessed in his righteousness. സ്വയനീതി പ്രസംഗിച്ച് ഒരു മൂടുപട വിട്ട് ഒന്നാം തരം പരീക്ഷനായിട്ട് ജീവിക്കാവോ, ഒരു ഉപദ്രവവും ഇല്ല. If you can live like a Pharisee with self-righteousness, there's no problem. ഒരു കുഴപ്പമില്ല. No problem at all. ബെസ്റ്റ് പ്രസംഗകനാകാം, You can be a ബെസ്റ്റ് good പ്ലാറ്റ്ഫോം preacher. കിട്ടും, You will get the blessed ബെസ്റ്റ് മാന്യത കിട്ടും, എല്ലാം കിട്ടും. സ്വയനീതി പൊട്ടിച്ചെറിഞ്ഞ് ദൈവനീതിക്ക് കീഴ്പ്പെടാവോ, അപ്പൊ തുടങ്ങും നീതി നിമിത്തമുള്ള ഉപദ്രവം. So that is when you come to God's righteousness, that is when you അനുഭവത്തിൽ get നിന്നേ. persecuted. This is from experience. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. Blessed are those who are persecuted for 5:10 righteousness. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. Blessed are those who are persecuted for God's sake. സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. Kingdom of God is theirs. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. Kingdom of God is theirs. സ്വർഗ്ഗരാജ്യം ഉണ്ട്, പിന്നെ ഉപദ്രവമാണ് വലിയ കാര്യം. If I we don't care. get the kingdom of God, the persecutions are nothing. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയാണ് 5:20 നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും, ഈ വാക്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച്, കർത്താവ് അങ്ങിത് പറഞ്ഞാൽ കൊള്ളാവോ, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. കാരണം അന്നത്തെ എക്സ്ട്രീം റൈച്ചസ് വർക്ക് ചെയ്യുന്നവർ ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. So God says, if your righteousness does not exceed the righteousness of Pharisees and Sadducees, you ഇപ്പൊ will not പറയുന്നു, enter the kingdom of your God. righteousness need to exceed the righteousness of He the says Pharisees. it has to exceed the righteousness of the It's Pharisees. impossible. It is impossible. But it's possible through the free righteousness of Jesus. It is only possible through the free righteousness of Jesus. യേശുവിന്റെ നീതി ശാസ്ത്രിയുടെയും പരീശന്റെയും നീതിയെ കവിയുന്നതാണ്. കാരണം അത് പ്രവൃത്തിയാലുള്ള നീതിയല്ല, ദൈവനീതിയാണ്. It is only God's righteousness which is higher than the അതിന് righteousness of മാത്രമേ ശാസ്ത്രിയുടെയും Pharisees. പരീശന്റെയും നീതിയെ കവിയാൻ കഴിയുള്ളൂ. That is only one which can exceed the righteousness of Pharisees and Sadducees. പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. ശാസ്ത്രിയുടെയും പരീശന്റെയും നീതിയെ കവിയുന്ന ഒരു നീതി ഉണ്ടെങ്കിൽ അത് ദൈവനീതിയാണ്. There's അത് only one വിശ്വാസത്താൽ righteous. നിങ്ങൾക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കയറാന്നാണ് യേശു പറഞ്ഞത്. What he said was, if you receive this righteousness, you will enter heaven. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഗോസ്പൽസ്, പ്രത്യേകിച്ച് സിനോപ്റ്റിക്സ്, മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്, നിങ്ങൾ ശരിക്കും വിശുദ്ധമായിട്ട് ടൈം എടുത്ത് പഠിച്ചാട്ടെ. ഈ നീതി 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 എന്നുള്ള ഫലത്തെല്ലാം അടിവരയിട്ട് ചിന്തിച്ചു നോക്കിയോ, ഞെട്ടിപ്പോകും. കർത്താവിന്റെ സൗജന്യമായ നീതി വെളിപ്പെടുത്തിയിട്ട് ദൈവം മനുഷ്യന് മുമ്പിൽ വന്ന് റിക്വസ്റ്റ് ചെയ്യുക, പ്ലീസ്. God is after he's revealed his righteousness, ഞാൻ he's നിന്നെ requesting നീതിമാനാക്കാം, man. ഞാൻ നിന്നെ നീതിമാനാക്കാം, I will make you righteous. റോമൻസിൽ തന്നെ നമ്മൾ ഇപ്പം ചാപ്റ്റർ 3 എത്തിയിട്ടുള്ളൂ. ചാപ്റ്റർ 3 വേഴ്സ് 21 എനിക്ക് തോന്നുന്നു 21 മണിക്കൂർ ഈ ടീച്ചിങ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് തരുന്നതിൽ ബുദ്ധിമുട്ടില്ല. റൈച്ചസ്നെസ് എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്കിൽ 24 അവേഴ്സിൻ്റെ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഉണ്ട്. നിങ്ങളത് പ്ലീസ് ഒരുപക്ഷെ അത് യൂട്യൂബിൽ നിന്ന് കിട്ടുമെങ്കിൽ അവിടെ നിന്ന് കേൾക്കുക. അതല്ല എങ്കിൽ നിങ്ങളത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം Christian life start with righteousness and Christian life end with righteousness. Christian life starts with righteousness and it ends with righteousness. There's a lot of teaching on righteousness on the YouTube. Please take it and listen to it. അതിന്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കിക്കോ. ഈ ബോധമാണ് ഞാൻ യേശുവിന്റെ നീതിമാനാണ്. It is when you understand that you are the righteousness of God. Resurrection. The proof of my righteousness is his resurrection. ഇന്ന് എന്ത് ബോൾനെസ് ആണെന്നറിയാം. ഈ ബോൾനെസ് ഉള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. ഈ ബോൾനെസ് ലഭിച്ചവരൊന്ന് കരമുയർത്തി. That gives you the boldness. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കാരണം വേർഡ് ഓഫ് ഗോഡ് പ്രോമിസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റ് പ്രോമിസ് ചെയ്യുന്ന സകല പ്രോമിസുകളും വിക്കഡിനല്ല, റൈച്ചസിനാ. All the promises in the New Testament is only for the righteous. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ വലിക്കും. നീതിമാന്റെ വീട്ടിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. എല്ലാം നീതിമാനാ. All the promises are for the righteous. പക്ഷെ ഞാൻ ഇപ്പോഴും ഭാവിയാ. I am still a sinner.
ഈ ബോധമാണ് അതിലേക്ക് എന്നെ കടത്തിവിടുന്നത്. It is when you When I understand pray, ഞാൻ പ്രാർത്ഥിക്കുമ്പോ when I pray, രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി. two people went to pray. ഒരുത്തൻ സ്വയനീതിക്കാരനാ. One was self-righteous. അവൻ പറഞ്ഞു ഞാൻ ഇവനെ പോലെ അല്ല. So he said, I'm not like the other one. ഇവൻ ഫാസ്റ്റിങ്ങിനെതിരാ, ഞാൻ ഫാസ്റ്റിങ്ങിന്റെ ആളാ. I do a lot of fasting, but he doesn't fast. Okay. പിന്നെ ഇവൻ നേടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നില്ല, ഞാനാണെങ്കിൽ ഇന്നും കൂടെ കൊടുത്തിട്ട് വരിക. I give 1/10 of everything that I have. പക്ഷേ ഞാൻ വിചാരിച്ചു ഭാവിയായിട്ടും പോവും, നീതിമാനായിട്ടും പോകുന്നു. പക്ഷെ രംഗം അങ്ങനെയല്ല. രംഗം അവസാനിക്കുന്നത് നീതിമാൻ ഭാവിയായിട്ടും പോയി, ഭാവി നീതിമാനായിട്ടും പോയി. So in conclusion there, the sinner went righteous and the righteous man went as a sinner back. Hallelujah. ഇന്ന് ഫ്രീ റൈച്ചസ്നസ് ഇവിടെ ഒഴുകുന്നു. That free righteousness is flowing here. അതിനകത്തുള്ളതാണ് ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്. That in that is the breastplate of righteousness. നീതിയുടെ കവചം അതിനകത്തുള്ളതാണ്. It is a breastplate of The righteousness. assurance of righteousness. The assurance of The assurance. righteousness. ഞാൻ നീതിമാനാണെന്നുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക് സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടിയുള്ള ബ്രസ്റ്റ് പ്ലേറ്റ് ആയി മാറുന്നത്, നീതിയുടെ കവചമായി മാറുന്നത്. I am the righteousness of God in Christ Jesus എന്നുള്ള എൻ്റെ ബോൾഡ്നെസ് ആണ്. I can stand in the evil days. It is that boldness when I stand in His righteousness gives Whatever me the it may be the breastplate of situation, righteousness. you will stand firm. And we will Why? stand You have the firm. boldness, you have the confidence that you are righteous. We are righteous. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു, I am righteous. I am righteous. I am the righteousness of God in Christ Jesus. I am the righteousness of God in Christ Jesus. ഇപ്പോ വിശ്വാസത്താൽ നീതി എന്നിൽ വന്നപ്പോൾ ആ നീതി എന്നിൽ 4 ഫേസ് ആയി വെളിപ്പെട്ടു എന്ന് വചനം പറയുന്നു. One is breastplate of righteousness. It comes as a Second one is breastplate of crown of righteousness. നീതിയുടെ കിരീടം. Crown of righteousness. മൂന്നാമത്തേതാണ് നീതിയുടെ തേജസ്കരണം. നാലാമത്തേതാണ് glory of നീതി righteousness. ദാനത്തിന്റെ സമൃദ്ധി. It is Gift of a righteousness. gift of righteousness. Abundance of the gift of righteousness. Romans 5 നിങ്ങൾ വായിച്ചാൽ അത് നിങ്ങൾക്ക് കൃപയുടെ നീതി ദാനത്തിന്റെയും സമൃദ്ധി. It is the abundance of the gift of righteousness. Abundance of the Abundance gift of of the gift of righteousness. righteousness. Gifts of righteousness. നീതി ദാനത്തിന്റെ സമൃദ്ധി, ദാനങ്ങളുടെ സമൃദ്ധി. അപ്പൊ അതിന്റെ അകത്ത് ഗിഫ്റ്റ്സ് ഓഫ് റൈച്ചസ്നെസ്, ഗിഫ്റ്റ്സ് ഉണ്ട്. ഈ റൈച്ചസ്നെസ്സിനകത്ത് ഗിഫ്റ്റ്സ് ഉണ്ട്. There are gifts in the righteousness. ഇതിനകത്ത് ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, There's a ഇതിനകത്ത് breastplate. ക്രൗൺ ഉണ്ട്, There's a ഇതിനകത്ത് crown. കോൺഷ്യസ് ഉണ്ട്, There's a conscious. റൈച്ചസ് കോൺഷ്യസ്, There's a conscious. റൈച്ചസ് കോൺഷ്യസ് ഉണ്ട്. ഇത് മുഴുവൻ നിങ്ങൾ നേടിയത് ജീസസ് ഈസ് മൈ റൈച്ചസ്നെസ്. You got all this യേശു എൻ്റെ when you നീതിയാണ്. said He is എത്ര my പേര് പറയും He is righteousness. my righteousness? He is my righteousness. Come on. നീതിക്ക് വേണ്ടി ഒന്ന് ദാഹിച്ചാട്ടെ. ഈ നീതിക്ക് വേണ്ടി Hunger ഒന്ന് and ആഗ്രഹിച്ചാട്ടെ. thirst for righteousness. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലീസ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, ആ പരീക്ഷന്റെ സ്വയനീതിയുടെ ആ പുതപ്പ് നമുക്ക് മാറ്റിവെക്കാം. We can remove the self-righteousness, the എന്നിട്ട് Pharisees' self-righteousness. എന്നിട്ട് കർത്താവിനോട് നമുക്കൊന്ന് പറയാം, ഫാദർ, കർത്താവേ, അങ്ങയുടെ നീതി എനിക്ക് കിട്ടിയാൽ ഞാൻ നീതിമാനാകും. God, if I get എനിക്കറിയുന്ന your ഒരുപാട് പേര് ഇവിടെ righteousness, യേശുവിനെ നാമത്തിൽ സൗഖ്യമാവും. there are lots of people are going to be healed. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇവിടെയുള്ള ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ല, It's not യേശു because we pray. ഉയർത്തെഴുന്നേറ്റോണ്ട. That's because Jesus നിങ്ങളുടെ is risen. നീതീകരണത്തിനായിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റെ. It is for your righteousness. ആ പദം He is എന്നോട് ചേർന്ന് പറയും, എന്റെ നീതീകരണത്തിന് വേണ്ടി. for my righteousness. കരം കൊണ്ടുവന്നവരൊന്ന് ഉയർത്തി പറഞ്ഞു, എന്റെ നീതീകരണത്തിന് It വേണ്ടി is for my righteousness. ദൈവം യേശുവിനെ ഉയർപ്പിച്ചിരിക്കുന്നു. God raised Christ from the Jesus dead. risen for my righteousness. Jesus was risen for my righteousness. യേശു എന്റെ നീതീകരണത്തിന് വേണ്ടിയാണ് ഉയർപ്പിക്കപ്പെട്ടത്. He was raised from the dead for my righteousness. എന്നിട്ടും Even then, ഞാൻ ഈ നീതി അനുഭവിച്ചില്ല എങ്കിൽ if I don't experience this righteousness, I am neglecting the blood of Christ. don't neglect the blood of Christ. I am rejecting the free grace. Don't reject the free grace. ഇന്ന് നിങ്ങൾക്ക് അത് സമീപമാണ്. It is very close to you, വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. in your mouth and in ഒന്ന് your ഏറ്റു heart. പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അത് റിവീൽ ആവും. If you say it, ഒന്ന് it അധരം will കൊണ്ട് be പറഞ്ഞാൽ, revealed. ഒന്ന് അധരം കൊണ്ട് പറഞ്ഞാൽ. If you say it with Come your on, mouth, close your Bible and get ready for your healings. get ready for your healing. ഇപ്പോൾ തന്നെ തയ്യാറായാട്ടെ. ready. ഒന്ന് വിശ്വസിച്ചാൽ, Believe, ഒന്ന് വിശ്വസിച്ചാൽ believe. നിങ്ങളത് റിവീൽ ആകും. It will be revealed in you. ഒന്ന് വിശ്വസിച്ചാൽ. If you believe. People, those who are watching me online, get ready. People All who over the are world, watching us. get ready. People all over the Get world, ready. get ready. Try to confess this. Try to I am the confess. righteousness of God in Christ Jesus. I am the righteousness I of cannot God. be righteous by my work. I cannot By be righteous. believing in His perfect work, I can be righteous. Here I am trusting His finished work. Father Jesus,
Father, Jesus. thank you for sending your son for the finished work on the Thank you cross. for sending your son. ഇതുവരെയായിട്ട് for the finished യേശുവിനെ work. രക്ഷിതാവും കർത്താവുമായിട്ട് ഉള്ളത്തിൽ If സ്വീകരിച്ചിട്ടില്ലാത്ത you haven't മക്കൾ accepted Jesus as your Lord and Savior, നെഞ്ചിലേക്ക് കരം അമർത്തി വെക്കുക. put your hands over your heart. വേഗത്തിൽ നിങ്ങളുടെ ആദരം തുറന്ന് ഇങ്ങനെ പറയുക, Open your mouth and say, എന്റെ സ്വയനീതിയിൽ നിന്ന് from my self-righteousness, ദൈവനീതിയിലേക്ക് I am going into God's യേശുവേ, righteousness. പ്രവേശിക്കുവാൻ ഞാൻ ഇപ്പോൾ എന്നെ സമർപ്പിക്കുന്നു. I submit myself to യേശു enter. ഉയർത്തെഴുന്നേറ്റത് God was risen എന്റെ from the dead നീതീകരണത്തിനാണെന്ന്, for my righteousness. എന്റെ നീതീകരണത്തിനാണെന്ന്. For my righteousness. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് Jesus was എന്റെ risen from the നീതീകരണത്തിന് dead വേണ്ടിയാണ്. for my righteousness. ഞാൻ വിശ്വസിക്കുന്നു, I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ചേർന്ന് പറഞ്ഞാട്ട് ഞാൻ വിശ്വസിക്കുന്നു, I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. I believe that I believe my that Jesus' resurrection my Jesus' resurrection is for my righteousness. was for my righteousness. ഞാൻ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു. I believe in my heart for ലോകരാജ്യങ്ങളിൽ righteousness. പങ്കുചേരുന്നവരെ ചേർന്ന് അധരം കൊണ്ട് Those who പറഞ്ഞാട്ടെ, are seeing us നിങ്ങളിലേക്ക് worldwide, രക്ഷ വ്യാപരിക്കട്ടെ. this salvation is coming to your houses. ഓ ജീസസ്, Jesus. എന്റെ നീതിക്ക് വേണ്ടി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. I believe in God for ഉറക്കെ my പറഞ്ഞാട്ടെ, righteousness. ദൈവനീതിക്ക് വേണ്ടി ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. I believe in God's righteousness for me. Believing unto Jesus for the righteousness. I'm believing unto Jesus for the Jesus for the righteousness. Father, we love you. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് Jesus, നന്ദി. we love you, Lord. അങ്ങയുടെ മക്കളാക്കി മക്കളെ തീർത്തതിനായിട്ട് നന്ദി. Thank you for making them your children. Thank you, Lord. Jesus. Thank you, Lord. Thank you, Jesus. Thank you. Thank you, Jesus. Thank you. Thank you, Jesus. Thank you. എസ്പെഷ്യലി സിക്കായിട്ട് വന്നിരിക്കുന്ന മക്കൾ ഇപ്പോൾ തയ്യാറാവുക. Those who have come sick, be ready. തയ്യാറാവുക എന്ന് പറയുന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോധ്യത്തിൽ വളരുക. Learn in this understanding. ഒരു what മനുഷ്യനും makes നിങ്ങളെ it. സൗഖ്യമാക്കാൻ കഴിയുകയില്ല. No one can make you. ഇന്ന് നിങ്ങൾ സൗഖ്യമായാൽ അതിന്റെ അർത്ഥം യേശു നിങ്ങളെ സൗഖ്യമാക്കിയെന്ന്. Today, if you are healed, it is only Christ. ഇന്ന് നിങ്ങൾ സൗഖ്യമായില്ലെങ്കിൽ അതിന്റെ അർത്ഥം യേശു നിങ്ങളെ തൊട്ടില്ലെന്നാ. If you haven't been healed, യേശുവാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. it's only Jesus who can heal you. യേശുവാണ് നിങ്ങളെ വിടുവിക്കുന്നത്. Only He can deliver Father, you. in the name of Jesus, In the name of Jesus. പ്രത്യേകിച്ച് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. We're praying for the sick. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. We pray now. കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുന്നവർ Those who receive the abundance of grace and യേശു the gift ക്രിസ്തു of എന്ന ഏക നിമിത്തം righteousness through Christ ഏറ്റവും അധികമായി ജീവനിൽ വാഴുമല്ലോ. will reign in life forever. ഈ ജീവനിൽ അവർ രാജാക്കന്മാരെ പോലെ വാഴട്ടെ. Let them reign like kings. ഇപ്പോൾ തന്നെ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കരം വെക്കുക. Keep your hand on the places ഉറക്കെ you are വായ് sick. തുറന്ന് വിളിച്ചു പറയുക, Open your mouth and say, എന്റെ നീതീകരണത്തിനായി it was for my righteousness. ഉയർപ്പിച്ചിരിക്കുന്ന Christ was risen from the യേശുവിന്റെ dead. നാമത്തിൽ In Jesus' എന്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. I receive my Come on, healing. come on, come on, ഉറക്കെ വിളിച്ചു പറയുക, എന്റെ നീതീകരണത്തിനായി For my healing. ദൈവം ഉയർപ്പിച്ചിരിക്കുന്ന Christ was risen from the dead. യേശുവിലുള്ള വിശ്വാസത്താൽ I believe in Jesus for എന്റെ that. ശരീരത്തിലെ രോഗത്തോട് I'm telling ഞാൻ the കൽപ്പിക്കുന്നു, sickness. ഇറങ്ങി പോവുക, I'm telling the sickness. വിട്ടുമാറുക. Telling the sickness to മുഴകൾ leave. അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Lumps are മുഴകൾ disappearing. അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Lumps are disappearing. ചെസ്റ്റിലെ മുഴകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Chest lumps are disappearing. ബ്രസ്റ്റിലെ മുഴകൾ Breast അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. lumps are disappearing. സെർവിക്കൽ സ്പോണ്ടിലോയിറ്റിസുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Cervical spondylosis is getting healed. ഓ, സെർവിക്കൽ സ്പോണ്ടിലോസിസുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Cervical spondylosis is getting healed. തലവേദനകൾ Headaches സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. is getting healed. തലയ്ക്കകത്തുള്ള മൈനർ ഗ്രോത്തുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Growths are getting healed in the head. ഓ, ഞാൻ ഈ പറയുന്നത് കർത്താവ് എനിക്ക് റിവീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, God is revealing യേശുവിന്റെ this to me. നാമത്തിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. Let healing നിങ്ങളുടെ spread. കരത്തിലൂടെ തന്നെ നിങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കും. Let your healing spread with your വേറെ own ആരുടെയും hands. കരമല്ല, It is not someone else's hand. യേശുവിന്റെ കരം നിങ്ങളുടെ കരത്തോട് ചേർന്ന് ഇപ്പോൾ വ്യാപരിക്കും. His hand is touching your hand. സൗഖ്യമാവട്ടെ. Let the healing ആ happen. രോഗത്തിന്റെ മേൽ നിങ്ങളുടെ കരം തൊട്ടോ അത് അപ്രത്യക്ഷമാകുന്ന സമയമാണിത്. Let it disappear in Jesus' name. യേശുവിന്റെ നാമത്തിൽ In Jesus' name. വിട്ടുപോട്ടെ, Let the diseases leave. വിട്ടുമാറിപ്പോട്ടെ. Let the diseases Thank you, leave. Jesus. Thank you, Lord. Thank you, Jesus. Thank you. അലർജികൾ അഴിഞ്ഞു മാറട്ടെ. Allergies are disappearing. എക്സിമോകൾ സൗഖ്യമാവട്ടെ. Eczema is being healed. യേശുവിന്റെ നാമത്തിൽ In Jesus' name. ഡസ്റ്റ് അലർജികൾ സൗഖ്യമാവട്ടെ. Dust allergy is being healed. സോറിയാസിസ് പോലുള്ള അലർജികൾ സൗഖ്യമാവട്ടെ. Psoriasis is being healed. യേശുവിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. Let His glory spread. Oh, the glory of Jesus. Jesus. His Oh, the glory. glory of Jesus. The glory of Jesus. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. Let us clap our hands Cut. and glorify Ha! Him. Sister, Jesus is touching you, sister. Come forward. മുമ്പോട്ട് ഓടി വാ. യേശു നിന്നെ തൊടുന്നു. ഓ,
Jesus ഭയങ്കര is ഒരു touching കർത്താവിന്റെ you. സ്പർശനം ഈ മകളുടെ മേൽ നടക്കുന്നു. Jesus is touching you. What's your name? Annie. Annie. Sister Annie, Jesus is touching you. നിങ്ങൾ അവിടെ നിന്ന് യേശുവിന്റെ റൈച്ചസ്നെസ് സ്വീകരിച്ചപ്പോൾ തന്നെ നോക്കൂ, When you ഇവിടെ received നോക്കൂ. his righteousness, യേശുവിന്റെ റൈച്ചസ്നെസ് സ്വീകരിച്ചപ്പോൾ തന്നെ when you received his righteousness, the power of God power of God നിങ്ങളെ വന്ന് തൊടുന്നത് ഞാൻ കണ്ടു. is touching you. നോക്കൂ മകളെ, നിന്റെ ഈ ഒരു ഭാഗം മുഴുവൻ, ഈ സ്പോട്ട് ഇവിടെ നിങ്ങനെ ഈ ഒരു കൈ മുഴുവൻ, എന്താ പറയണ്ടേ, പറയാൻ വാക്കുകളില്ല, അതുപോലെ തകർച്ചയാ. സത്യമാണ്. It's pain in you. Jesus is touching you, sister. Jesus is touching you. The power of God is moving. Power of God is moving. യേശുവിന്റെ ശക്തി മകളുടെ മേൽ അടിക്കുന്നു. The power is moving. It's coming out. ഇവിടെ ഈ സ്പോട്ടില് ഇവിടെ ഇറ്റ്സ് ലൈക്ക് ഒരു ബൾബ് പോലെ പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന ആ പോർഷനിൽ കൈവച്ചേ. There's something Yes. bulging there. Put your Yes. hand there. അതിപ്പോ അപ്രത്യക്ഷമാവും. It's going to disappear. കാരണം യേശു അത് പറഞ്ഞു, അതവിടെ ഉണ്ടെന്ന്. God said it is ഫസ്റ്റ് there. ടൈം ഞാൻ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നേ. അതെ. എവിടുന്നാ വരുന്നേ? ഓക്സ്ഫോർഡ്. ഓ ജീസസ്, അങ്ങോട്ട് കൈവരിക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒന്ന് അതിപ്പോ അപ്രത്യക്ഷമാവും. എനിക്ക് ഉറപ്പാ, കാരണം യേശു അത് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. God has already finished it I on am the not a healer, cross. I cannot heal you, but Jesus can. Jesus can heal you. Oh, let the power of God move. Let the ഇപ്പോൾ power. ആ ദൃശ്യശക്തി വെളിപ്പെടണം. Let the power fall. ക്രൂശിൽ ഇവൾക്ക് വേണ്ടി സകലവും ചെയ്ത നാഥ, You ആ have മഹത്വം അടിക്കട്ടെ. finished. Let the glory ആ മഹത്വം flow. അടിക്കട്ടെ. Let the glory സൗഖ്യമാവുക. be healed. ആ ഗ്രോത്ത് അപ്രത്യക്ഷമാവട്ടെ The growth is disappearing. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. Anointing of God. Touch. കഴിഞ്ഞു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. സിസ്റ്റർ ആനി, തപ്പി നോക്കുക അതവിടെ ഉണ്ടോന്ന്. ഇല്ല 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 ഇല്ല. കരയാതെ, ഞാനല്ലത് ചെയ്ത, യേശുവാ. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്താൽ. Mighty power of God is moving. Sister Annie, Jesus loves you. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു മകളെ. Oh, Jesus. Jesus. കണ്ണു തുടച്ചാട്ട്. ശരിക്കും നോക്കിക്കേ അതവിടെ ഉണ്ടോന്ന്. ഇല്ല. ശരിക്കും നോക്ക്. ഇന്നലെയും കണ്ടതാ. ഒന്ന് രണ്ട് പേരോട് ഒന്ന് വന്ന് നോക്കിക്കേ. ആദ്യമായിട്ട് വരുന്ന ഒന്ന് രണ്ട് പേരൊന്ന് എഴുന്നേറ്റ് വന്ന് നോക്കിക്കേ. കമ്മിങ് ഫോർ ദ പ്ലീസ് കം ഫോർവേഡ് സിസ്റ്റർ, പ്ലീസ് കം ഫോർവേഡ്. ഈ പറയുന്നത് ശരിയാണെന്ന് നോക്കിക്കേ. ജീസസ്, ജീസസ്. എവിടെയായിരുന്നു ആ സ്പോട്ട്? തൊടിക്കവരായി ഉണ്ടോ അവിടെ? എനിക്കൊന്നും ഇല്ല ഇല്ല. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്താട്ടെ. The lump has disappeared. സിസ്റ്റർ ആനി, യേശു നിങ്ങളെ തൊട്ടിരിക്കുന്നു. സമാധാനത്തോടെ പോകാം. യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. കരമടിച്ച് സിസ്റ്റർ ആനിക്കായിട്ടൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. വലിയ ദൈവശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹോദരി യേശു സ്പർശിക്കുന്നു. ആ മോളുടെ ഇപ്പുറത്തിരിക്കുന്ന ആ സഹോദരി ഓടി എഴുന്നേറ്റ് വരിക. മകളെ. Jesus is touching you. Jesus is I can touching see you. the power of God is touching you. Power of God is Oh, coming on you. Jesus. നോക്കൂ, എന്താ പേര്? സെലിൻ. സിസ്റ്റർ സെലിൻ, യേശു പറയുന്നതൊന്ന് കേൾക്കുക. God സിസ്റ്റർ says, സെലിൻ, നിങ്ങളുടെ തലയുടെ ഈ റൈറ്റ് സൈഡില്, തലയുടെ right side. വലത്തെ വശത്ത്, On the right side ഞാൻ of ഈ your head, തൊടുന്ന സ്പോട്ടില് on that spot, ഇവളുടെ മേൽ ഭയങ്കര ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. power is falling. ഒരു ഷാഡോ ഇപ്പൊ ഈ ശരീരത്തിൽ നിന്ന് വീണ് അഴിഞ്ഞു പോകും. നിങ്ങൾ കണ്ടോ? Shadow is going. പിടിച്ചോണം, മുറുകെ പിടിച്ചോണം, മറിഞ്ഞു പോകും. Shadow is leaving. Touch of Jesus. കർത്താവിന്റെ സ്പർശനം ഇവളുടെ മേൽ വ്യാപരിക്കട്ടെ. Oh, the mighty touch of Jesus. Oh, the mighty touch of Jesus. Oh, the mighty touch of Jesus. Oh.
വീടിക്കല്ലേ ഇങ്ങോട്ട് തള്ളി പിടിച്ചോ. Anointing of God. സൗഖ്യമാവട്ടെ. ഇവിടുന്ന് തഴിയുന്നു. Coming out from ദാ there. ഇറങ്ങുന്നു. നിന്റെ 14ാമത്തെ വയസ്സ് മുതൽ ഇത് നിന്നെ പിന്തുടരുക. It is there from വർഷം കുറയാൻ 14 years onwards. സ്ട്രെസ്ഡ് ആകാൻ വയ്യ, ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. അനുഭവിക്കുന്ന ഉടനെ ഈ സൈഡിൽ നിന്നൊരു ഞരമ്പിന്റെ പ്രോബ്ലം വന്നിട്ട് ഒരു ഭ്രാന്തിയെ പോലെ നീ ആയി മാറും. ഇനി ആ നുഖത്തിന് നിന്റെ മേൽ അടിസ്ഥാനമില്ല. അതിനെ യേശു പൊട്ടിച്ചെറിയുന്നു. കർത്താവ് അതിനെ പൊട്ടിച്ചെറിയുന്നു. യേശുവിന്റെ ശക്തി അടിക്കുന്നു. പവർ ഓഫ് ഗോഡ് ഈ മകളെ തൊടുന്നു. Power is flowing. സൗഖ്യമാവട്ടെ. Be healed. Oh, thank you, Jesus. Your grace, your grace, Your grace. your grace, your favor, your favor, your favor alone, your favor alone, Jesus. Touch. Oh. Jesus. It's a mighty healing. Mighty mighty healing healing. which has happened. ഒരു വലിയ സൗഖ്യമാണ്. This is a big healing. ഒരു nerve-നെ മുഴുവൻ യേശു സ്പർശിക്കുക. God is touching a nerve. To the Holy One, give thanks, because He's given Jesus Christ. Oh, the glory of God. You are completely healed. സിസ്റ്റർ ചോദിക്കട്ടെ, എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. സിസ്റ്റർ സെലിൻ അല്ലേ? സിസ്റ്റർ സെലിൻ, എന്താണ് തലവേദന വർഷങ്ങളായി ജീസസ് ഓഫ് ഇങ്ങനെ സിവിയർ ആയിട്ട് എത്ര നാളായി? ഓഫ് ഈ 3 weeks അതികഠിനമായിരുന്നു. തലകറങ്ങുമായിരുന്നു. എന്നിട്ട് ഇതിന്റെ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ടത്, ഒരു ഭ്രാന്തിയെ പോലെ നമ്മളെ നാക്കും. കണ്ണിൽ ഇരുട്ട് കയറുക, ചുറ്റി കറങ്ങുന്ന പോലെ തോന്നുക, തല എവിടെയെങ്കിലുമൊക്കെ സാധാരണ ഡോക്ടർ കേട്ടിട്ടുണ്ടോ? തല കറങ്ങുമ്പോൾ എവിടെ തലവേദന വന്നിട്ട് എവിടെയെങ്കിലും പിടിച്ച് നിൽക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? മേ ബി ഡോക്ടർ കേട്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതായത് ഇവർക്ക് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല ചുറ്റുക, തല കറങ്ങുക അല്ലേ? You feel dizzy. ഓക്കെ, എന്താ അത്? തലകറക്കം. ഓക്കെ. ഇതിങ്ങനെ ചുറ്റിയിട്ട് എവിടെങ്കിലും ഒന്നുകിൽ ഇരിക്കണം, അതുപോലെ അസ്വസ്ഥതയാണ്. പക്ഷെ ഇത് ഒരു നെർവിനെ മുഴുവനായിട്ട് യേശുവിന്റെ സ്പർശനം വന്നുകൊണ്ടിരിക്കുകയാണ്. He's touched your ഒരു nerve. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഗിവ് ഗ്ലോറി ടു ജീസസ്. Give glory to കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ സെലിൻ ആദ്യമായിട്ടാണോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം? It's the second time. Praise God. Praise God. Praise God. Thank you. Thank you, Selin. Praise God. കർത്താവിന്റെ സ്പർശനം വ്യക്തികളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ആ സിസ്റ്ററുടെ മേൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. സിസ്റ്റർ എന്താ പേര്? ജെസി. ജെസി, യേശു നിന്നെ തൊടുന്നു. എന്റെ അടുക്കലേക്ക് വരാമോ? സിസ്റ്റർ ജെസി വരിക. മകളെ, കർത്താവ് നിന്നെ സ്പർശിക്കുന്നു. God is touching you. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതർവൈസ് ഐ വോണ്ട് കോൾ യു. യേശു എന്നോട് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കാണുക അല്ലേ? അതെ. ഇവിടുത്തുകാരാണ്, നോർത്ത് ആംപ്ടൺകാരാ. സിസ്റ്റർ ജെസി, യേശു എന്നോട് പറഞ്ഞു, ഈ ലെഫ്റ്റ് സൈഡിൽ ഈ സ്പോട്ടില് കർത്താവിന്റെ സ്പർശനം നടക്കുന്നു എന്ന് പറഞ്ഞു. God is അതാ ഞാൻ touching you പെട്ടെന്ന് on the നിങ്ങളെ left മുമ്പോട്ട് വിളിച്ചു. spot. ഇവിടെ On the left side of the chest. യേശുവിന്റെ സ്പർശനം നടക്കുന്നു എന്ന് പറഞ്ഞു. He's touching. Jesus is touching you. Oh God. He's
touching you. Reveal your glory. Touch your daughter. Heal her right now. നിന്നെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അവിടെ ഇരിപ്പുണ്ട്. There's something which അത് is യേശുവിന്റെ നാമത്തിൽ എടുത്തു scaring you. മാറ്റപ്പെടും. It is being removed in Jesus' name. അതവിടെ ഉണ്ടാവുകയില്ല. It won't be there anymore. അതവിടെ ഉണ്ടാവുകയില്ല. It won't be there anymore. യേശു നിന്നെ സൗഖ്യമാക്കും. God is healing you. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിനക്കറിയാം. You know what I'm telling you. പക്ഷെ യേശുവിനും അതറിയാം. Jesus knows it as well. യേശുവിനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം യേശു നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. He loves you. ആ കൃപ ഈ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. Let the glory be spread. ഓ, ആ കൃപ ഈ മകളുടെ മേൽ ഇറങ്ങട്ടെ. Let His grace spread. Thank you, Jesus. Thank you. Thank you, Jesus. Free righteousness. അത് സ്വീകരിക്കട്ടെ. Accept His free righteousness. 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 സൗജന്യ നീതിയെ സ്വീകരിച്ചാട്ടെ. Accept His free righteousness. ആമേൻ. കണ്ണു തുറക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ജീസസ്. എന്തിനാ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടേ? ജീസസ്. ഇവിടേക്ക് ആർക്കും അറിയില്ല എന്തിനാ ജെസിയോട് ഇവിടെ കൈവെക്കാൻ പറഞ്ഞു. ബട്ട് യു നോ ദാറ്റ്, അല്ലേ? സന്തോഷിച്ചോ, കരയണ്ട, സന്തോഷിച്ചോ. അതവിടെ ഇല്ല, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. പോയി ചെക്ക് ചെയ്തോ. കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കുന്നു. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തോ. Thank you. Jesus, name above all name, beautiful Savior, glorious Lord, Emmanuel, നമ്മോട് കൂടെ സ്തുതിക്കു യോഗ്യം ജീവനാഥൻ യേശു. യേശു ആ നാമത്തെ ഒന്ന് വിളിച്ചാട്ടെ. മേലായ നാമം സ്തുതിക്കു യോഗ്യം രാജാധിരാജൻ. His name is Emmanuel. സുന്ദരരൂപൻ രാജാധിരാജൻ. God is sweet. Healing anointing ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ചെസ്റ്റ് ബ്ലോക്കുകളെ യേശു പൊട്ടിക്കുന്നു. Chest blocks are being removed. ഇപ്പോൾ തന്നെ നെഞ്ചിനകത്ത് വേരിയേഷൻസ് ഫീൽ ചെയ്യുന്നവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Those who feel ചെസ്റ്റ് variation. പെയിനുകൾ Chest സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. pains are being healed. കരമെടുത്ത് ചെസ്റ്റിൽ വെക്കുക. പ്രയാസമുള്ളവർ Keep your hands നിങ്ങൾ on your സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. chest. You are being healed. Oh, the anointing of Jesus. The anointing of Jesus. ഇപ്പോൾ തന്നെ ആ ചെസ്റ്റിലേക്ക് ആ സൗഖ്യം നടക്കട്ടെ. It's causing healing in your chest. അത്ഭുത സൗഖ്യം നടക്കട്ടെ. It's the miraculous healing. ആ ജീവൻ വ്യാപരിക്കട്ടെ. Let His life flow. യേശുവിന്റെ മഹത്വം. It is His glory. ആ കണ്ണട വെച്ച ആ സഹോദരിയെ രണ്ട് കർത്താവിന്റെ സ്പർശനം. ഓടി വരിക മകളെ, ഓടി വരിക. ഈ സ്പോട്ടിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ഈ സ്പോട്ടിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ഇവിടെ രണ്ടിടത്തും കർത്താവിന്റെ സ്പർശനം ഉണ്ടാകാൻ നീ ഇപ്പൊ പ്രാർത്ഥിച്ചു ഇല്ലേ? പ്രാർത്ഥിച്ചു. യേശു തൊടുന്നു രണ്ടിടത്തും. ഇവിടെ ഇവിടെ It's in two spots. ഈ സ്പോട്ട് ഇവിടെ രണ്ടിടത്തും യേശുവിന്റെ ഗ്ലോറി ഇപ്പോൾ നിനക്ക്. കുറച്ച് മാസം മുമ്പേ തൊട്ട് നിന്നെ ഒരു ഭയം തിന്നുന്നുണ്ട്. ആ ഭയം പഴിയും. There's a fear in you, and the fear is coming out. എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് തപ്പി നോക്കി നീ ഉറപ്പിച്ചു അല്ലേ? അറിയാതെ
You thought something was going to happen to you. സിംറ്റം കണ്ടു, You saw the symptom അടയാളം തപ്പി നോക്കി, and you ദൈവമേ എന്ന് നീ വിളിച്ചു. പക്ഷെ ഇന്ന് നീ തപ്പി നോക്കിയതല്ല, അതിനപ്പുറത്താ യേശു. ഈ പ്രയറിന് ശേഷം നീ തപ്പി നോക്കിയോ അതവിടെ കാണുകയില്ല. it won't be there when you check. അത് ഇരുന്നിടത്ത് കൃപയിരിക്കും. There'll be grace there. ഈ മിനിറ്റ് വരെ നിന്റെ ആ ബലഹീനതയിലേക്ക് കൃപയാ പകർന്നതെങ്കിൽ ഇന്ന് ആ കൃപയുടെ അത്യന്ത സൗഖ്യം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. Healing is coming on you today. Father, in the name of Jesus. Name of Jesus. ഇത് പറയുമ്പോൾ തന്നെ യേശുവിനോട് പറയുന്ന നട്ടലുകൾ സൗഖ്യമാകും. ഈ The ബ്രദറിനെ യേശു സൗഖ്യം. ഓടി വന്നാട്ടെ backs are സഹോദരൻ, being healed. ഓടി വന്നാട്ടെ. Back is being റൈറ്റ് ചെസ്റ്റിൽ കൈവച്ചു. റൈറ്റ് ചെസ്റ്റ്, യെസ്, റൈറ്റ് ചെസ്റ്റിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. God is touching your right chest. നിനക്ക് അവിടെ പ്രശ്നമുണ്ട്, You have a problem there. യേശു അത് പറഞ്ഞു, അതുകൊണ്ടാ പറഞ്ഞേ. God says യേശു സൗഖ്യമാക്കുന്നു. He's healing you. ഈ മകനെ പിടിച്ചോണം. ഇദ്ദേഹത്തിന്റെ മേൽ ദൈവശക്തി ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഗ്രേറ്റർ ഗ്ലോറി മകന്റെ മേൽ അടിച്ചുകൊണ്ടിരിക്കുക. Glory. ജീസസ്, ഗ്രേറ്റർ ഗ്ലോറി മകന്റെ മേൽ വ്യാപരിക്കട്ടെ. ഗ്രേറ്റർ ഗ്ലോറി മകന്റെ മേൽ വ്യാപരിക്കട്ടെ. ഗ്രേറ്റർ ഗ്ലോറി വ്യാപരിക്കട്ടെ. ഗ്രേറ്റർ ഗ്ലോറി, ഗ്ലോറി അല്ല, ഗ്രേറ്റർ ഗ്ലോറി മകന്റെ മേൽ വ്യാപരിക്കട്ടെ. സൗഖ്യമാവുക. Be healed. ഇതിനെ ഇന്ന് ഭയത്തിൽ നിന്ന് കർത്താവ് പുറത്തെടുക്കുക. God is delivering you നീ from that അനേകർക്ക് ഒരു fear. ആത്മീയ മാതാവാണ്. You'll be a അനേകരെ spiritual ജീവിപ്പിക്കാൻ mother. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം പലരും ചോദ്യം ചെയ്യപ്പെട്ടതായി നാൾ വരെ. പക്ഷെങ്കിൽ ഇനി അതിന്റെ സമയമല്ല. This is the time കർത്താവ് for നിന്നെ anointing. ഹോണർ ചെയ്യുന്ന മിനിറ്റുകൾ വന്നിരിക്കുന്നു. This is the time He's Jesus is going to honoring you. honor you. He's going to honor കർത്താവ് you. നിന്നെ ഹോണർ ചെയ്യുന്ന ദിവസങ്ങൾ These are വന്നിരിക്കുന്നു. the days. ജീസസ് Jesus. റിജക്ഷൻ അല്ല, അക്സെപ്റ്റൻസ് നിന്റെ മേൽ കർത്താവ് അയച്ചിരിക്കുന്നു. He's sending you acceptance. അക്സെപ്റ്റൻസ്. ബ്രദറെ, കർത്താവ് നിന്നെ തൊടുന്നു മോനെ. യെസ്, എക്സാക്ട്ലി നടക്ക്. അവിടെ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. God is touching you Pray there. now. വായി തുറന്നു. യേശുവിന്റെ നീതി ആശ്രയിച്ചു. Believe ഇപ്പോഴത് in ശരീരത്തിൽ റിവീൽ ചെയ്യുക. It's being revealed. ആ മകനെ യേശു തൊട്ടുകൊണ്ടിരിക്കുക. God is touching അവന്റെ you. മേൽ കർത്താവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുക. God is touching you. ടച്ച് ഓഫ് ജീസസ്. യേശുവിന്റെ സ്പർശനം ആ ശരീരത്തിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ. Spreading. ആ മകൻ സൗഖ്യമാവട്ടെ. He's being healed. ഓ ഗ്ലോറി ഓഫ് ഗാഡ്. ഇപ്പൊ തന്നെ സ്പൈനൽ ഇഞ്ചുറികൾ കർത്താവ് സൗഖ്യമാകും. നട്ടലിന്റെ എന്തിനാ നിൽക്കുന്നത്? പൊക്കോ, പോയി സാക്ഷ്യം പറഞ്ഞു. സംഗതിയെല്ലാം കഴിഞ്ഞു. പുറത്ത് പോയി തപ്പി നോക്കിയിട്ട് വാ. തപ്പി നോക്കി പേടിച്ചു വന്ന് അവിടെ ഇല്ല. പോയിട്ട് വാ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. താങ്ക് യു ജീസസ്. മകനെ സന്തോഷത്തോടെ. എന്താ പേര്? അരുൺ. പ്രൈസ് ഗോഡ്. നല്ല യൗവനക്കാരൻ. ഓടട്ടെ യേശുവിന് വേണ്ടി. മരണം നിന്നെ വിട്ടു മാറിപ്പോകുന്നു. നീ മരിക്കേണ്ടവനല്ല, ജീവിക്കേണ്ടവനാണ് യേശു പറയുന്നു. God says you have to ജീസസ് live. സ്പിരിറ്റ് ഓഫ് ഡെത്ത്. Spirit of death is leaving. നിന്നെ വിട്ടു മാറിപ്പോകുന്നു. Spirit of death is leaving. യേശുവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി ഇനി അനേക ഇടങ്ങളിൽ സഞ്ചരിക്കാനുള്ള ആരും. You have to go to different places. മരണത്തിന് and കീഴ്പ്പെടാൻ സമയമായിട്ടില്ല. ഡെത്ത് തോൽക്കുന്നു. death is failing. ഇരിക്കുന്ന ആർക്കും അറിയില്ല അരുൺ ഞാൻ ഈ പറയുന്നതിന്റെ മർമ്മം. പക്ഷെ അരുണിന് അറിയാം. അറിയത്തില്ലേ? കേട്ടില്ലേ? അതെ. 3 months, 3 മാസം മുമ്പ് മരണം ഈ മകനെ വിളിച്ചതാ. അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നത്. Death called you 3 months ago. You barely escaped and you're here today. അറിയാതെ കണ്ണു തുടക്കി. യേശു ആ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാനല്ല, കർത്താവ് അത് പറയുന്നത്. God is saying it. മരണം തോറ്റു മകനെ. Death has failed. നീ അനേകരുടെ നടുവിൽ യേശുവിന്റെ സാക്ഷിയാകേണ്ടവനാ. You have to be a witness in front of others. ഹല്ലേലൂയ. അനേകരുടെ നടുവിൽ യേശുവിന്റെ സാക്ഷിയാകേണ്ടവനാ. You have to be a witness for ജീസസ്. God. ഗ്ലോറിയസ് ഡെത്ത്. കരയാതെ എന്തിനെങ്ങനെ കരയുന്നേ? ജീസസ്. അരുണിന്റെ മേൽ കൈവെക്കുമ്പോൾ ഡോക്ടറെ യേശു പറയുന്നത് മരണം മാറിപ്പോവാ. Death is leaving. ഒരു കീമോതെറാപ്പിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിലും വലുത് കർത്താവിന്റെ ശക്തി ഇപ്പൊ നിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
What chemotherapy can do, God is doing even bigger things than that. ഒരുപാട് സ്നേഹിക്കുന്നു. God കർത്താവ് loves നിന്നെ you. ഒരുപാട് സ്നേഹിക്കുന്നു. God loves you. യേശു ഇങ്ങനെ പറയുന്നു, God says, ഇല്ല ഇല്ല ഇല്ല, ഇനിയും അനേക ഇടങ്ങളിൽ സൗഖ്യദായക ശുശ്രൂഷയായിട്ട് നീ പോകാനുണ്ട്. you have to go to different places അനേകർക്ക് with this ജീവൻ healing കൊടുക്കാൻ ministry. You have to give കർത്താവ് life നിന്നെ to others. ഉപയോഗിക്കുക. God is using you. അനേകരിലേക്ക് ജീവൻ God പടരാൻ is using you. യേശു നിന്നെ ഉപയോഗിക്കുക. God is using Jesus. you. ഹല്ലേലൂയ. നീ അവന്റെ മകനാണ്. You നിന്നെ are his അവന് son. ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. He will never leave you. എന്തെല്ലാം നിന്നിൽ നിന്ന് സാത്താൻ മോഷ്ടിച്ചോ അതിനെ മുഴുവൻ യേശു റെസ്റ്റോർ ചെയ്യുക. What devil has stolen, വിശ്വസിച്ചോ? ഈ വീക്ക്, Jesus is ഈ restoring. ആഴ്ചയിൽ തന്നെ In this week itself, നിന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ടത് മുഴുവൻ തിരിച്ചു വരും. whatever is stolen will come back to you. അതിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. This has started today. It's already started. Started today. അസൂയില്ലാത്തൊരു കരമടിച്ചോ യേശുവിന്. It's already started. ആരും It's already started. It's already started. ഭയങ്കരമായിട്ട് ഈ മകനെ കർത്താവ് സ്പർശിക്കുന്നു. God is touching you. പുതിയ ലൈഫ് കൊടുക്കുന്നു. You're given a new life. പുതിയ ലൈഫ് കൊടുക്കുന്നു. You're given a new life. നീ ഈ മീറ്റിംഗിന് വന്നത് മരണഭീതിയിലാണെങ്കിൽ നീ തിരിച്ചു പോകുന്ന ജീവന്റെ ഉറപ്പില്ല. You're giving in. ജീവൻ സമൃദ്ധമായ ജീവനില്ല. You're going back in abundance of life. ആ കുഞ്ഞിനെ കർത്താവ് തൊടുന്നുണ്ട് കേട്ടോ. ആ മോള് സൗഖ്യമാണ്. നിങ്ങൾ കൈവച്ചാ ഞാനൊന്നും പറഞ്ഞു. നിങ്ങൾ ആ മോളുടെ മേൽ കൈവച്ചു. God is healing you. കരയാതെ സിസ്റ്റർ, നിങ്ങൾ കൈവച്ചാട്ടെ. God is healing you. ആ സഹോദരിയെ കർത്താവ് തൊടുന്നുണ്ട്. God is touching you. ജീസസ് എന്റെ അടുക്കലേക്ക് ഓടി വരിക മകളെ. നിനക്കില്ലാത്തതിനെ കർത്താവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. God is നിനക്കില്ലാത്തതിനെ കർത്താവ് touching you. സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. Come fast, come God fast, is come fast. creating something which you don't Come fast, have. come fast. God is creating it for you. നിനക്കില്ലാത്തതിനെ കർത്താവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. God is creating what you don't അങ്ങനെ have. പറയാൻ യേശുവിനോട് പറയും, നിനക്കില്ലാത്തതിനെ യേശു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. God is creating which you don't have. നിന്നിൽ സംഭവിക്കയില്ല എന്ന് പറഞ്ഞു സംഭവിക്കുന്നു. What something is ജീവൻ happening. നിന്റെ ഉള്ളിൽ തുടിക്കുന്നു. Life is coming inside. ജീവൻ നിന്റെ ഈ മകളുടെ ഉള്ളിൽ ജീവൻ തുടിക്കുന്നു. Life is coming inside. നീ ഈ മാർഗത്തെയോ ഈ സത്യത്തെയോ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തവളാണ്. You haven't പക്ഷെ known നിന്നിലേക്ക് this. ഇന്ന് ആ സത്യം വരികയാണ്. The truth is coming ആ into you. ട്രൂത്ത് നിന്റെ മേൽ ഇടുകയാ യേശു. The truth is coming inside you. ഒരുപാട് പേര് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Lots of people are being healed. ആ സഹോദരി യേശു സൗഖ്യമാക്കിക്കൊണ്ട് God is വിളിച്ചോ touching you. വിളിച്ചോ എഴുന്നേക്കൊന്നും വേണ്ട. യേശുവിന്റെ നാമം വിളിച്ചോ. നിങ്ങളുടെ മേൽ സൗഖ്യം. ഇതാ ഈ സിസ്റ്ററെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. God is touching you. യേശുവിന്റെ നാമത്തിന് ആ മകളെ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമം വിളിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ഈ സമയത്ത് sick people, especially the sick people, എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. യേശുവേ വിളിച്ചു പറഞ്ഞു, യേശുവേ Jesus, ഞാൻ വിശ്വസിക്കുന്നു. I believe എന്റെ സകല രോഗവും all my അവിടുത്തെ sicknesses ക്രൂശിൽ you were taken 2013 വർഷങ്ങൾക്ക് മുമ്പ് 2014 years ago. അവിടുന്ന് വഹിച്ചു എന്ന് You took ഞാൻ it on the വിശ്വസിക്കുന്നു. cross. എന്റെ ബോഡിയിൽ My body, അത് റിവീൽ ആവട്ടെ. let it be revealed അത് in my റിവീൽ body. ആവട്ടെ. Let it be revealed in അത് my റിവീൽ body. ആവട്ടെ. Let it be revealed in my body. എന്റെ ശരീരത്തിൽ അത് റിവീൽ ആകാൻ ഞാൻ അനുവദിക്കുന്നു. I allow it to be revealed വിളിച്ചു in പറ my വിളിച്ചു പറ body. വിളിച്ചു പറ. I allow it to be revealed in my body. പിന്നെ ആ നട്ടലിന്റെ കാര്യം കർത്താവ് പറയും. നിങ്ങൾ ഡോക്ടർമാരെ ഇതൊക്കെ പിടിക്കേണ്ടതാണ്. നട്ടലിനെ ആ കാര്യം പിന്നെയും കർത്താവ് പറയും. നട്ടല് സൗഖ്യമാകും. The back is being healed. Back is being നട്ടല് healed. സൗഖ്യം. അതികഠിനമായ നട്ടലിന്റെ വേദനയാല് There's somebody here with Jesus. back pains. ഇന്ന് ലൈവായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ Somebody who's watching on live. ഒരു കേസ് കർത്താവ് എനിക്ക് പറയാൻ ഉള്ളിൽ ചിന്ത തരുന്നു. Someone who's watching us on live. ഉള്ളിൽ ചിന്ത തരുന്നു. ആ വാക്ക് ഞാൻ എടുത്തു God is giving me a thought. എന്റെ ഉള്ളിൽ ആ തോട്ട് തരുന്നു പറയാനായിട്ട്. giving me ആ the തോട്ട് thought. ഇതാണ്. ബെഡ്രിഡൻ ആയിരിക്കുന്ന വ്യക്തികൾ, Those who are bedridden. സ്പൈനൽ ഇഞ്ചുറി ഒക്കെ നിമിത്തമായിട്ട് ബെഡ്രിഡൻ ആയിരിക്കുന്ന വ്യക്തികൾ ഈ Bedridden with സമയത്ത് തന്നെ spinal injuries. കർത്താവിന്റെ ശക്തി His ആ power. നട്ടലിലേക്ക് വ്യാപരിച്ചിറങ്ങുന്നു. Power is coming on your spine. ഇവിടെയും നട്ടലിന്റെ അതികഠിനമായ പ്രയാസമായിട്ട് കുനിയാനും നിവരാനും പറ്റാത്ത People who വാഹനം can't ഓടിക്കാൻ move because പറ്റാത്ത of back നിലയിൽ pains.
വാഹനം ഓടിക്കാൻ പോലും പറ്റാത്ത നിലയിൽ, can't even drive. ഇരിക്കാൻ പറ്റാത്ത You നിലയിൽ can't sit. അസ്വസ്ഥപ്പെടുന്ന മക്കളെ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. People are healed, Jesus. being healed. അങ്ങനെ നട്ടലിന്റെ അസ്വസ്ഥതയാൽ വന്നിരിക്കുന്നവർ ഇവിടെ ഉണ്ടോ? ഇവിടെ Anyone ഉണ്ടോ? with back pains here? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ട്. എത്ര വർഷമായി? 12 വർഷം. 12 years with back pain. ആ നട്ടലിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Powers coming into your back. Coming into സിസ്റ്റർ your കാണാം, back. ഇതിങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നത് അല്ല. ഓക്കെ, സ്പൈനൽ ഇഞ്ചുറി നിമിത്തം പുറത്തേക്ക് ഇത് ബൾജ് ചെയ്ത് നിൽക്കുന്നത്, ഇങ്ങനെ തൊടുമ്പോൾ അറിയാം, ഇങ്ങനെ ഒരു കയറ്റമിറക്കം പോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു കേസാണ് ഈ ബെഡ് റിഡൻ ആയിട്ട് കർത്താവ് പറഞ്ഞത്. ആ വ്യക്തി ഈ സ്പോട്ടിൽ സൗഖ്യമാകുന്നു. ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗ് കഴിയുന്നതിന് ഇപ്പുറം തന്നെ ആ സാക്ഷ്യത്തിന്റെ ഇമെയിൽ വരട്ടെ. അത് സംഭവിച്ചു കഴിഞ്ഞതിനായിട്ട് സ്തോത്രം. കരമടിച്ചൊന്ന് യേശുവിന് അഡ്വാൻസ് മഹത്വം കൊടുത്താൽ. ഓ, ആ ഗ്ലോറി ഇപ്പോൾ തന്നെ റിവീൽ ആകുന്നതിനായിട്ട് സ്തോത്രം. ആ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആ ശക്തി വെളിപ്പെടുന്നതിനായിട്ട് നന്ദി. താങ്ക് യു ജീസസ്. എല്ലാ മക്കളും ഒന്ന് കരമുയർത്തി പറഞ്ഞാട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് ഒന്ന് കരമുയർത്തി പറഞ്ഞ യേശുവേ, യേശുനാഥ, അവിടുത്തെ സൗജന്യ നീതിയെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റ പിന്നെ അങ്ങനെയുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, 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 ആമേൻ. താങ്ക് യു, താങ്ക് യു. ലെസ്റ്ററിൽ 2 days മീറ്റിംഗ് നടക്കുന്നു. ഇന്ന് വൈകുന്നേരം ലെസ്റ്ററിൽ മീറ്റിംഗ്